ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഇന്നൊരു വൺ സൈഡ് ലവ് സ്റ്റോറിയാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളുടെ പേര് മിയ എന്നാണ്. അവളൊരു കേക്ക് ബേക്കറാണ്. അവളൊരു കഫേയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നേ ദിവസം അവൾ മനോഹരമായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ സമയം അവൾ മനസ്സിൽ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവളുടെ ഫസ്റ്റ് ക്രഷാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. ഹീറോനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവൾ ഇതുവരെ ആ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. അവന് ഇവളെ ശരിക്കും അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട്, അവൻ ആദ്യമായിട്ട് കണ്ട നിമിഷമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ആ കേക്ക് ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കുന്ന സമയത്ത് ആ കഫേയിൽ അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ പേര് റോസ് എന്നാണ്. കേക്ക് ഡിസ്പ്ലേയിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ആ കേക്ക് വെച്ചിട്ട് എപ്പോഴും ഒരു വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ ആ കേക്കിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ശേഷം അവൾ ഒരുപാട് ഇഷ്ടത്തോടെ ആ കേക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു അത്ഭുതം അവിടെ നടക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ കേക്കിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഹീറോ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൾക്ക് ഇവനെ ഇഷ്ടമാണെന്നുള്ളത് അവളുടെ ഫ്രണ്ട് റോസിനും അറിയായിരുന്നു. അയ്യോ, ഇതാരാ വന്നെന്ന് പറഞ്ഞ് അവളിങ്ങനെ മനസ്സിലാലോചിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഏതോ ഒരു പേസ്ട്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവൻ അതിൻ്റെ ഓർഡറും കൊടുത്തിട്ട് നേരെ ഒരു ടേബിളിൽ പോയി ഇരിക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ, അവൻ എൻ്റെ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നത്. റോസ്, നീ നല്ലൊരു കേക്ക് തന്നെ അവനോട് കൊടുക്കണം കേട്ടോ. അവൻ ഈ കേക്ക് കഴിച്ചിട്ട് എപ്പോഴും ഈ കഫേ തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് അവനോട് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ കേക്ക് കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇവളാണെങ്കിൽ ഇവൻ എവിടെയൊക്കെയാണ് പോയെന്ന് അറിയാനായിട്ട് അതിനുശേഷം എപ്പോഴും ഹീറോ ഇങ്ങനെ ഫോളോ ചെയ്യുമായിരുന്നു. അങ്ങനെ ഫോളോ ചെയ്തിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്. ഇവളൊരു വലിയ ഹോട്ടലിൽ ഒരു ചെറിയൊരു പാർട്ട് റെൻറ്റിനെടുത്തിട്ടായിരുന്നു കഫേ നടത്തിക്കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നത്. ആ സെയിം ഹോട്ടലിൽ തന്നെയായിരുന്നു ഹീറോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്ന റൂസും മീയും പറയുന്നുണ്ട്, അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടുള്ള പ്ലാനൊക്കെ സെറ്റായിരിക്കും. അത് ശരിയാ, അവൻ ഈ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കഫേയിൽ കേക്ക് കഴിക്കാനായിട്ട് വരും. റോസ്, എനിക്കിത് സന്തോഷം അടക്കി പിടിക്കാനായിട്ട് വയ്യാന്ന് പറയുമ്പോഴത്തേക്കും, എപ്പോൾ നോക്കിയാൽ നിനക്ക് അവൻ്റെ കാര്യം മാത്രമേ പറയാനായിട്ടുള്ളൂ, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെയും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെയധികം എളുപ്പമായിരിക്കുമല്ലോ. കാരണം അവൻ നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എപ്പോഴും ഇനി എനിക്ക് അവനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആലോചിച്ചിട്ട് അവൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്നൊരു ചെറിയ പണി അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതിന് തന്നെ കേക്കിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് അല്ലായിരുന്നു അവൾ എടുത്തിരുന്നത്. അതുകൊണ്ട് കേക്ക് അവൾ എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ടേസ്റ്റ് നോക്കാതെ അതിനെ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നേരെ ഡിസ്പ്ലേക്ക് കൊണ്ട് വെക്കുന്നുണ്ട്. ആ സമയത്തായിരുന്നു പതിവ് പോലെ ഇന്നും നമ്മുടെ ഹീറോ അവിടെ പേസ്റ്റ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ റോസ്, എനിക്കിന്ന് എങ്ങനെയെങ്കിലും അവൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. ഇതൊരു കാര്യം ചെയ്യും, അവനിരിക്കുന്ന ടേബിളിൽ തൊട്ടടുത്ത് പോയി ഞാൻ ഇരിക്കാം. അപ്പോൾ ഇവിടെ നിന്നൊരു പീസ് കേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. നമുക്ക് അവിടെ വെച്ച് ഈ കേക്കിൻ്റെ റിവ്യൂ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൾ നേരെ പോയിട്ട് ഇവൻ ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ളൊരു ടേബിളിൽ പോയി ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും റോസ് അവിടെ വന്നിട്ട് കേക്ക് കൊടുക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്, ഞാൻ തന്നെ ഇതിൻ്റെ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ഫോൺ മേടിച്ച് വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മിയ പറയുന്നുണ്ട്, ഈ കേക്ക് നിങ്ങൾ കഴിച്ചു നോക്കണം, ഈ കേക്ക് വായിലിട്ടാൽ അത് അലിഞ്ഞു പോവും, അത്ര അധികം ടേസ്റ്റാന്നൊക്കെ പറയുമ്പോഴായിരുന്നു ഹീറോ ഇത് കേൾക്കുന്നുണ്ടായിരുന്നത്. ഹലോ, ഒരു മിനിറ്റ്, ഈ കേക്ക് നീ ഉണ്ടാക്കിയതാണോ? അതെ, ഞാൻ ഉണ്ടാക്കിയതാ. കേക്ക് സെറ്റാണല്ലേ? അത് പറയാനല്ലേ നിങ്ങൾ എന്നെ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശമായിട്ടുള്ളൊരു കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല. നീ ഇത് കഴിച്ച് നോക്കാതെയാണോ ഇങ്ങനെ ഡിസ്പ്ലേക്കൊക്കെ വെക്കുന്നത്? ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പല രീതിയിലുള്ള കേക്കും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഓവറായിപ്പോയി. വല്ലപ്പോഴും ഈ കേക്കിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം അത് ആൾക്കാർക്ക് വിൽക്കാനായിട്ട് വെക്കേണ്ടത്. അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ളൊരു രീതിയിലേക്ക് എത്തരുതെന്ന് പറഞ്ഞിട്ട് ഹീറോ കുറച്ച് ദേഷ്യത്തിൽ തന്നെ അത് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അതിനപ്പുറമായിട്ട് ഇത്രയും നാൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അവൾക്ക് അവനോട് തന്നെ ഒരു വെറുപ്പും തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇവൾക്കാണെങ്കിൽ ദേഷ്യമാണോ സങ്കടമാണോ എന്താണ് വരുന്നതെന്ന് അറിയാതെ നേരെ കിച്ചണിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു ഇവൾ ആ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ പ്രോസസ്സിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്, താൻ മെഷർമെൻറ്റ്, അതായത് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും എടുക്കാതെയാണ് കേക്ക് ഉണ്ടാക്കിയെന്നുള്ളത്. തൻ്റെ തെറ്റെന്താണെന്നുള്ളത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇത്രയും നാളും അവനെ താൻ സ്നേഹിച്ചതല്ലേ. പക്ഷെ അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം, അതും ഇത്ര ദേഷ്യത്തോടെ കേൾക്കേണ്ടി വരുന്ന അവൾ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അവനോടുള്ള ദേഷ്യം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ റോസിനോട് പറയുന്നുണ്ട്, നോക്കി, ഞാനൊരു കാര്യം പറയാം, ഇനി മേലിൽ നീ അവൻ്റെ കാര്യം എന്നോട് പറയരുത്. അവന് മാനേഴ്സ് ഇല്ല, വിവരമില്ല, ഒന്നുമില്ല. എന്നോട് അവൻ പറഞ്ഞാൽ നീ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റോസ് എപ്പോഴും എന്തോ ഹീറോയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്ന രീതിയിൽ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇവനോട് പറയുന്ന സമയത്ത് മിയയുടെ അമ്മ റോസിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ എത്ര നേരം കൊണ്ടാണ് വിളിക്കുന്നത്, നിനക്ക് വല്ലപ്പോഴും ആ ഫോണെന്ന് എടുത്തൂടെ, അല്ലെങ്കിൽ എപ്പം നോക്കിയാൽ അത് നീ കയ്യിൽ പിടിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇപ്പോൾ വിളിച്ച കാര്യം എന്താണെന്ന് പറ പ്ലീസ്, ഞാൻ വേറൊരു തിരക്കിൽ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. മോളെ, ഞാൻ എന്താണെന്ന് എന്നോട് പറയാൻ നിനക്ക് അറിയാലോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ നല്ല പയ്യനാ, നല്ലൊരു ജോലിയുണ്ട്. നീ ഒന്ന് അവനെ പോയി കാണുമോ? ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക്
നിന്റെ കല്യാണം കണ്ടിട്ട് മരിച്ചാൽ മതിയടി, അതുകൊണ്ടല്ല അമ്മ ഇത് പറയുന്നത്, നീ ഒന്ന് കേൾക്കെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നമ്മേ, ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ എനിക്ക് ഓരോ പ്രപ്പോസലായിട്ട് വരരുത്, എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് അമ്മയെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കും പെണ്ണെ, എനിക്ക് നിന്നെ അറിയത്തില്ല, നീ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. മോളെ, നീ ഇവനെ ഒന്ന് പോയി കണ്ടു നോക്ക്, താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് അത് അവിടെ വെച്ച് നിർത്താം. നിനക്ക് ഇനി അവനെ കണ്ടിട്ടേ പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നാണെങ്കിൽ ഞാൻ അവൻ്റെ ഫോട്ടോ ഇപ്പം അയച്ചുതരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൾക്കാണെങ്കിൽ അവനെ കാണാനോ ഒരു കല്യാണം കഴിക്കാനോ ഒന്നിനും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ദേഷ്യം കൊണ്ട് നിൽക്കുന്ന സമയത്ത് റോസിൻ്റെ ഫോണിലേക്ക് അമ്മ ഫോട്ടോ അയക്കുന്നുണ്ട്. എഴുതിയതേ നോക്കിയേ, അമ്മ ഫോട്ടോ അയച്ചു എന്ന് പറയുമ്പോൾ റോസ് പ്ലീസ് നീയും കൂടെ ഇങ്ങനെ കാണിക്കില്ലേ, എനിക്കത് കാണാമെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോകൾ നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്നുണ്ട്. മിയയ്ക്ക് റോസിനെ കൂടാതെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് സാൻ എന്നാണ്. പക്ഷെ അവന് കുറേ നാൾ കൊണ്ട് നമ്മുടെ ഹീറോയിനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവൻ കുറേ ദിവസം കൊണ്ട് ഇവളുടെ പറഞ്ഞിട്ട് പുറകെ നടക്കുന്നുണ്ടെങ്കിലും അവൾക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നും കഫേയിലേക്ക് വരുമ്പോൾ റോസ്, എനിക്കിന്ന് വേറെ ജോലിയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാനിന്ന് കഫേയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ കൂടെ കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ ആ കഫേയിൽ തന്നെ ഉണ്ടായിരുന്നു. കഫേയെല്ലാം അടച്ച് പൂട്ടിയതിന് ശേഷം അതായത് നമ്മുടെ മിയയും സാനും കൂടെ പുറത്തെവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്കും സാൻ ഒരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ പോകുന്നുണ്ടായിരുന്നു. മിയ അവൻ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നതും കാത്ത് നിൽക്കുന്ന സമയം അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത്? അതെ, എന്താ? അങ്ങനെ വന്നതാണെങ്കിൽ ഇവിടുത്തെ കേക്ക് നീ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. നിൻ്റെ ആ പൊട്ട കേക്കും ഈ കേക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അപ്പം നിനക്ക് മനസ്സിലാകും. വല്ലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കഫേയിലൊക്കെ വന്നിട്ട് ഫുഡ് കഴിച്ച് നോക്കണം, അപ്പോഴല്ലേ നമ്മുടെ തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പറ്റൂ. എന്തായാലും ഇവിടുത്തെ കേക്ക് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നിൻ്റെ കേക്കിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനെയെങ്കിലും ശരിയാക്കാനായിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഹീറോയിനാണെങ്കിൽ തന്നെ പിന്നെയും അവനെ ഇൻസൾട്ട് ചെയ്യുവാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവൾക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയ്യേ, ഇങ്ങനെ ഒരുത്തനാണല്ലോ ഞാൻ സ്നേഹിക്കാനായിട്ട് പോയത്, എൻ്റെ ദൈവമേ, എനിക്ക് എപ്പോഴും ഇവനോട് അങ്ങനെ ഒരു പ്രണയം തോന്നിയെന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സാൻ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടാളും കൂടെ ഒന്നിച്ച് റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വേറൊരു പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുന്നത് മിയ കാണുന്നുണ്ട്. അവളുടെ മനസ്സിൽ ആ സമയത്ത് അവനിട്ടൊരു പണി കൊടുക്കാനായിട്ടൊരു കാര്യം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയി ഹീറോയുടെ അടുത്ത് പോയി ഇരുന്നിട്ട്, ഞാൻ എത്ര നേരം കൊണ്ട് നിങ്ങളെ വിളിക്കുക, കോൾ എന്താ എടുക്കാതിരുന്നത്, നമുക്കിന്ന് ഒന്നിച്ച് സ്റ്റേ ചെയ്യാന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിലിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ നീ ആരാടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇത് ചോദിക്കാനായിട്ട് നീ ആരാണ്, ഞങ്ങൾ തമ്മിൽ കുറച്ച് നാളുകളായിട്ട് ഇഷ്ടത്തിലാന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഇത് എന്തൊക്കെയാണ് ഇവളീ പറയുന്നത് മനസ്സിലാതെ വായും വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന പെൺകുട്ടിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവൾ അങ്ങനെ പോയത് കാണുമ്പോഴത്തേക്ക് മിയയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരുന്നുണ്ടായിരുന്നു. ഇവനുടനെ നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്, ദേ നാവിനില്ലാന്ന് വെച്ചിട്ട് വല്ലതും വിളിച്ച് പറയാമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം, ഞാൻ ഇത്രയും മനോഹരമായി ഉണ്ടാകുന്ന കേക്കിനെ പറ്റിയിട്ട് നീ കുറ്റം പറഞ്ഞാൽ ഇനി ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ ഹീറോയുടെ കൂടെ ഇരുന്ന് ഈ പെൺകുട്ടി ആരാന്ന് പറഞ്ഞ് ഹീറോയുടെ എക്സ് ലവർ ആയിരുന്നു. പക്ഷേ ഇവരെന്തൊക്കെയോ കാരണത്താൽ ബ്രേക്കപ്പ് ആയിരുന്നു. അവൾക്ക് ഇപ്പോഴും ഹീറോയോട് എന്തോ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും ആ റിലേഷൻ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഹീറോയുടെ പുറകെ ഇവൾ നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അവനാണെങ്കിൽ അവളെ ഇനി സ്നേഹിക്കുന്നത് പോയിട്ട് ഒരു ഫ്രണ്ടാക്കി പോലും വെക്കാനായിട്ട് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. എന്തായാലും തലേ ദിവസം മീ ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചത് കൊണ്ട് തന്നെ അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ പെൺകുട്ടി രാവിലെ തന്നെ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ കണ്ട ആ പെൺകുട്ടി അതാരാണ്, നിനക്ക് അവൾ ഇതിനു മുന്നേ അറിയാമായിരുന്നോ? അവൾ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ചോദിക്കുമ്പോൾ അതവൾ വെറുതെ പറഞ്ഞതാ, എനിക്കവൾ അറിയാം, പക്ഷേ അങ്ങനെ ഒരു റിലേഷനൊന്നും നമ്മുടെ ഇടയിൽ ഇല്ലയെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾക്ക് വലിയ സന്തോഷം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നോക്കുമ്പോൾ രണ്ടുപേരും കുറേ ബോക്സുകളൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നത് ഇവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. അവരൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ അവിടേക്ക് വരുന്ന സമയത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ട് റോസും ആയിരുന്നു കേട്ടോ. ഇവരെ കാണുമ്പോൾ തന്നെ ആഹാ, അപ്പോൾ നീ എന്നെ ഫോളോ ചെയ്ത് ഇവിടെ വന്നല്ലേ, നീ എന്തിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നത്, എൻ്റെ വീടിനടുത്ത് എങ്ങാനും നീ താമസിക്കാനായിട്ടാണ് വന്നതെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കൊള്ളാം, നിന്റെ പുറകെ ഞാൻ നീ ഫോളോ ചെയ്ത് വരാൻ നീ എന്താ ഷാരൂഖ് ഖാനാണോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ സ്വയം എന്തോ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ടെങ്കിൽ നടപ്പുണ്ടല്ലോ, അതാദ്യം നീ നിർത്തി കഴിഞ്ഞാൽ നിന്റെ ലൈഫിൽ ചെറിയ രീതിയിലേക്ക് നിനക്ക് രക്ഷപ്പെടാം. ഞാനിവിടെ താമസിക്കാനായിട്ട് വന്നെങ്കിൽ അത് എൻ്റെ ഇഷ്ടം മാത്രമാണ്, അല്ലാതെ നീ ഇവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്റെ വീടിനടുത്തേക്ക് പോയി താമസിക്കാമെന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് എൻ്റെ തലയ്ക്ക് വട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മിയയ്ക്കാണെങ്കിൽ ശരിക്കും ഹീറോ ഇവിടെയാണ് താമസിക്കുന്നുള്ള അറിയത്തില്ലായിരുന്നു. അവൾക്കെന്തോ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഷിഫ്റ്റ് ആവണമെന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ രണ്ടുപേരെ നമ്മുടെ ഡ്രാമയിൽ പുതുതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരാരൊക്കെയെന്ന് പറഞ്ഞാൽ മിയയുടെ കഫേയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് പുതിയൊരു കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇവളുടെ ആയിരുന്നു ഈ കഫേ. പക്ഷേ ഇവളുടെ കഫേയിൽ ഇവൾ
വിചാരിക്കുന്ന അത്ര കസ്റ്റമേഴ്സ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അത് ഇവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നോക്കുമ്പോൾ മിയയുടെ കഫേയിലാണെങ്കിൽ ആൾക്കാരെ കൊണ്ട് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഇത് നോക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട്. ആ കഫേ എങ്ങനെയെങ്കിലും അടച്ച് പൂട്ടിക്കണം. എൻ്റെ പപ്പ നിങ്ങളോട് എത്ര ദിവസം കൊണ്ട് ഞാൻ പറയുക, നമ്മുടെ കടയിൽ നമ്മൾ ആ വിചാരിക്കുന്ന കസ്റ്റമേഴ്സ് എത്തുന്നില്ല. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളെ കട തന്നെ പൂട്ടേണ്ടി വരും. നിങ്ങൾ അവളുടെ കട പൂട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നുമോളെ നീ ഒന്ന് അടങ്ങ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആരോ കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾ അത് ആരെയാണ് വിളിച്ചെന്നുള്ളത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സാൻ ഉണ്ടല്ലോ, നമ്മുടെ മിയയുടെ ഫ്രണ്ട് സാൻ, അവ നേരെ വന്നിട്ട് മിയയുടെ കടയിൽ തന്നെയുള്ള വേറൊരു കസ്റ്റമറിനെ അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു ചെക്കനെ വിളിച്ചിട്ട് നിനക്കൊരു ട്രീറ്റ് തരാമെന്ന് പറഞ്ഞ് നേരെ പുറത്തൊരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവനോട് എന്തൊക്കെയാണ് പറയുന്നത് കാണിക്കുന്നില്ല. ഇവിടെ നമ്മുടെ മിയ പുതിയൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ മിയയും റോസും കൂടെ ചേർന്നിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ആകുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം റോസ് അവിടെ നിന്ന് ടാറ്റാ ബേബിയൊക്കെ പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഡി ഞാനൊരു കാര്യം പറയാം, നിന്റെ ക്രഷ് നിന്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ അവൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല. അതുകൊണ്ട് സ്നേഹമാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് പോയി അവസാനം നീ തന്നെ വല്ല കുഴിയിലും പോയി ചാടരുത്. അവനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം നിനക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തോ ഇവർ തമ്മിൽ സെറ്റായതുപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. റോസ് നിനക്കെന്താ വട്ടാണോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവനെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിക്കരുത്. അതുകൊണ്ട് നിന്റെ ജോലി എന്തായാലും കഴിഞ്ഞല്ലോ, മര്യാദയ്ക്ക് നീ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട് മിയ പറയുന്നുണ്ട്. അങ്ങനെ റോസ് അവിടെ നിന്ന് പോയതിനു ശേഷം മിയ ആണെങ്കിൽ എന്തോ ഒരു കാര്യം പേപ്പറിൽ എഴുതിയിട്ട് നേരെ പോയി പുറത്ത് ആരും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് തൊട്ട് ഫ്രണ്ടിലായിരുന്നു നമ്മുടെ ഹീറോയുടെ വീടെന്ന് പറയുന്നത്. അവിടുത്തെ ഡോറിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഹീറോ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ആ പേപ്പർ പുറകിൽ ഇങ്ങനെ ഒളിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇതിവിടെ എന്താ ചെയ്യുക, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത് പറഞ്ഞിട്ട് ആ പേപ്പർ കാണിക്കാനായിട്ട് പറയുമ്പോൾ കയ്യിൽ വേറൊന്നുമില്ല. അതെന്താണെന്നറിയോ, ഞാൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് നിൻ്റെ വീടാണോ എൻ്റെ വീടാണുള്ള കൺഫ്യൂഷനായി. രണ്ടിൻ്റെ ഡോർ ഒരുപോലെയാണല്ലോ, അതുകൊണ്ട് ഞാൻ അറിയാതെ നിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഡോറിൽ തട്ടാനായിട്ട് വന്ന സമയത്തായിരുന്നു അയ്യോ ഇതല്ലല്ലോ എൻ്റെ റൂമെന്ന് ചിന്തിച്ചത്. സോറി കേട്ടോ, ഞാൻ എന്നാൽ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നിക്ക് നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, ആ പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത്, മര്യാദയ്ക്ക് ആ പേപ്പർ കാണിക്കാനായിട്ട് പറയുമ്പോൾ ഇവിടെ ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവിടെ ഒരു കയ്യാങ്കളി നടക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ പേപ്പർ മേടിക്കാനായിട്ട് ഇവിടെ പിടിച്ച് വലിക്കുകയും ചുറ്റിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ആക്സിഡൻ്റലി ഇവരുടെ തമ്മിലൊരു കിസ്സിങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ തന്നെ രണ്ടുപേരിങ്ങനെ മാറി നിന്നിട്ട് ഹീറോയിനാണെങ്കിൽ ഇതെന്താ ഇവിടെ സംഭവിച്ചെന്ന് അറിയാതെ അവൾ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലേക്ക് കയറി ഓടുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കും വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കിസ്സിങ്ങിൻ്റെ ഇടയിലും ആ പേപ്പർ അവൻ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ കേക്കിനെ കുറ്റം പറഞ്ഞ് നീ ഒരു ഫ്രോഡാന്ന് പറഞ്ഞിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടായിരുന്നു ഇവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇവന് ചിരി വരുന്നുണ്ടായിരുന്നത്. ഇത് വായിക്കുമ്പോൾ തന്നെ ഇവന് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലേക്ക് ഓടിക്കേറിയ നമ്മുടെ ഹീറോയിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവൾക്കാണെങ്കിൽ എന്താണ് അവൾക്കുണ്ടാകുന്ന ഇമോഷൻസ് എന്ന് അവൾക്ക് പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ചിരിയാണോ അതോ അവനോട് ദേഷ്യമാണോ എന്താണ് വരുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം മിയ റോസിനെയും കൂട്ടിയിട്ട് പുറത്തെവിടെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് ഹീറോയുടെ കൂടെ അവൻ്റെ എക്സ് ലവർ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് കാര്യം അറിയായിരുന്നു, അതായത് ഇവൻ്റെ ലവറല്ല മിയ എന്നുള്ള കാര്യം. അങ്ങനെ ഇവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് നേരെ ഹീറോയുടെ അടുത്തേക്ക് എത്തും. ഈ ചെക്കൻ എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ റോസിനോട് പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, നിൻ്റെ ഫ്രണ്ടാണ് ഇവള്, വല്ലപ്പോഴെങ്കിലും ഫ്രണ്ടിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നന്നായിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരെ ഇങ്ങനെ വഴിതെറ്റിക്കാനായിട്ട് ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നാണമില്ലേ നിനക്ക് വല്ലവരും പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞോ നടക്കാനായിട്ട്? അങ്ങനെയൊക്കെ പറയാതിരിക്കണമെങ്കിൽ നീ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചതായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മിയനെ ഒരുപാട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. മിയയ്ക്ക് ഇതിനപ്പുറം എനിക്ക് കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ നീ നിർത്തടി ഒന്ന്. ആരാ പറഞ്ഞത് ഞാൻ ഇവൻ തമ്മിൽ റിലേഷൻ അല്ല എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഇന്നലെ രാത്രി കിസ്സിങ് നടന്നത് നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവൻ? സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ നടന്നോ ഇല്ലേ എന്നുള്ളത് നീ ഇവനോട് തന്നെ ചോദിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യം എല്ലാവരോടും പറയണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ ഇങ്ങനെ പറയുന്നത് കാരണം അതും ഹീറോ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കുന്നതുകൊണ്ട് ആ ദേഷ്യത്തിലായിരുന്നു അവളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഹീറോയ്ക്കും ആ പെൺകുട്ടിക്കും ഏറ്റവും അധികം റോസിനും ഒരു ഷോക്കായിരുന്നു. റോസ് ആണെങ്കിൽ നീ അവനെ കിസ് ചെയ്തോ, ഇതെന്താടി എന്നോട് പറയാതിരുന്നത്, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. റോസ് പ്ലീസ്, അതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, ആക്സിഡൻ്റലി അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. പക്ഷേ ഇതെനിക്കെന്തോ നിന്നോട് പറയാനായിട്ട് തോന്നിയില്ല, പറയാൻ മാത്രം അവിടെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ടാ നീ എന്നോട് ഇനി ഇക്കാര്യത്തിൽ പിണങ്ങരുന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവിടെ മിയയുടെ അമ്മ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ അമ്മേ, എന്താ വിളിച്ചത്? മോളെ, ഞാൻ അർജൻറ്റായിട്ട് നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറേ നാളായില്ലേ നിന്നെ കണ്ടിട്ട്. അത് മാത്രമല്ല, നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് അമ്മയ്ക്ക് കൊതിയായിട്ട് വയ്യ. നീ എനിക്കിഷ്ടമുള്ള ഫുഡ്, അല്ലെങ്കിൽ വേണ്ട, മോള് നന്നായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അമ്മ നാളെ രാവിലെ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലെന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. എടാ, അമ്മ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത്. വരുന്നതിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല.
പക്ഷെ അമ്മയുടെ സംസാരത്തിൽ എന്തോ ചെറിയൊരു പണി എനിക്കിട്ട് വരുന്നത് പോലെ ഒരു തോന്നൽ. എൻ്റെ തോന്നലായിരിക്കുമല്ലേ? എന്തെങ്കിലും ആകട്ടെ, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മ പറഞ്ഞതുപോലെ അമ്മ വരുന്നുണ്ടായിരുന്നു. അമ്മ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മേനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നോക്കുമ്പോൾ അവൾക്കിട്ടുള്ള പണി എന്താണെന്നുള്ളത്, ഫ്രണ്ട് ഡോറ് തുറന്നിറങ്ങുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മകനില്ലേ, ആ മകനെ കൂട്ടിയിട്ടായിരുന്നു അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നമ്മേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഓൾറെഡി ഒരു ചെക്കൻ ഉണ്ടെന്നുള്ളത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെയും കൂട്ടിയിട്ട് ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നുമോളെ, നീ സ്നേഹിക്കുന്ന ആ പയ്യനെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവരാതെ നീ ഈ പറയുന്ന കാര്യം അമ്മ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. മിയയ്ക്കും പിന്നെ വേറൊന്നും പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നാളും കൂടെ നേരെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്തായിരുന്നു അവിടെ നിൽക്കുന്ന ഹീറോ ഇവൾ കാണുന്നുണ്ടായിരുന്നത്. അവനെ കാണുമ്പോഴും ഇവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴായിരുന്നു ഇവളുടെ മൈൻഡിൽ ഒരു കാര്യം കൂടെ വരുന്നുണ്ടായിരുന്നു. നേരെ ഓടിപ്പോയിട്ട് ഹീറോയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ചെക്കൻ ഇഷ്ടമെന്നുള്ളത്, അത് ഇവനാന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കും ആ നിൽക്കുന്ന ചെക്കനും അതിലുപരി നമ്മുടെ ഹീറോയ്ക്കും അത് വലിയൊരു ഷോക്കായിരുന്നു. പിന്നെ അമ്മ അങ്ങോട്ടേക്ക് ചോദിക്കാൻ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഹീറോയിനായിരുന്നു ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവനിങ്ങനെ വാ തുറക്കാനായിട്ട് വരുന്ന സമയത്ത് ഇവളാണെങ്കിൽ അവൻ ഇനി ഒന്നും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കവിളിൽ പോയി ഒരു ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടെ അവൻ ഫ്ലാറ്റായി പോകുന്നുണ്ട്. പിന്നെ അവൻ്റെ വായിൽ നിന്ന് ഒരു സൗണ്ട് പോലും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മിയ തന്നെയായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. ഇത് കേട്ടോണ്ടെന്നാ ചെക്കനില്ലേ, അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ മകൻ, അവനാണെങ്കിൽ ആൻറ്റി എങ്കിൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. മോളെ, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിട്ട് ഇപ്പോൾ എത്ര നാളായി? അമ്മ അത് 4 മാസമായി. 4 മാസമായോ? എങ്കിൽ പിന്നെ ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂട്ടിയിട്ട് നമ്മളെന്താ കാണാനായിട്ട് വരാതിരുന്നത്? ഇനി 4 മാസമായെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു എൻഗേജ്മെൻറ്റ് എങ്ങനെ നടത്താം? കല്യാണം പതുക്കെ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും വായും പൊടിച്ച് നിൽക്കുന്നുണ്ട്. ഇവളുടെ മനസ്സിലാണെങ്കിൽ, എൻ്റെ ദൈവമേ, ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും തീർത്ത് വരുമ്പോൾ അടുത്ത പ്രശ്നത്തിലേക്കാണല്ലോ ഞാനെടുത്ത് ചാടുന്നത്. അമ്മേ, പെട്ടെന്ന് വെച്ചിട്ട് എന്തിനാണ് എൻഗേജ്മെൻറ്റ് നടത്തുന്നത്? എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഒരു 3 മാസം ഞാൻ നിനക്ക് സമയം തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കല്യാണം ഇതിലേതെങ്കിലും ഒന്ന് നടത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനോടും മിയനോടും യാത്ര പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ മിയക്കിട്ടടുത്ത പണി കൊടുക്കുന്നുണ്ട്. അയ്യോ ബേബി, നീ എന്തിനാ അമ്മ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നത്? ചേർന്ന് നിൽക്ക്. നമ്മൾ തമ്മിൽ അങ്ങനെ ചേർന്ന് നിന്നപ്പോൾ നല്ല മാച്ചെന്ന് പറയുമ്പോൾ, നീ നോക്കിയേ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നുണ പറഞ്ഞത്. ഇനി ഇത് വെച്ചിട്ട് നീ എന്നെ ആ കണ്ണിലൂടെ ഒന്ന് കാണരുതെന്ന് പറയുമ്പോൾ, ഞാൻ ആ കണ്ണിലൂടെ തന്നെ കാണും. നീ ഇതിൽ നിന്ന് പിന്മാറിയാൽ ഉറപ്പായിട്ടും നിൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഈ സത്യങ്ങളെല്ലാം പോയി പറയുന്നു പറഞ്ഞ് ഇവൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എടാ, നീ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ കൊന്നു കളഞ്ഞു പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവൻ്റെ അടിക്കാനായിട്ട് കൈ എടുക്കുന്ന സമയത്ത് ഇവൻ നേരെ വന്നിട്ട് അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. നീ എന്നോട് എപ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നു അപ്പോഴൊക്കെ ഞാൻ നിനക്കിങ്ങനെ ഒരു ഉമ്മ തന്നുകൊണ്ടേ ഇരിക്കുമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൻ പിന്നെയും ഇവളുടെ അടുത്തേക്ക് വന്നിട്ട്, എങ്കിൽ ഞാൻ പൊക്കോട്ടെ സൈക്കോ ഗേൾ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ, സൈക്കോ ഞാനല്ലടാ, നീയാടാ പട്ടി എന്ന് പറഞ്ഞ് അവൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവളുടെ വിഷമങ്ങളെല്ലാം വന്ന് റോസിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. എടാ, ഞാൻ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നോക്കിയിരുന്നാലും ഓരോ പ്രശ്നങ്ങൾ പിന്നെയും പിന്നെ എന്നെ തേടി വരുവാണല്ലോ. അമ്മ 3 മാസം എനിക്ക് സമയം തന്നിരിക്കുന്നത്. ഈ 3 മാസം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നിനക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയാനായിട്ട് പറയുമ്പോൾ, എടി, ഞാനിതിലിപ്പോൾ എന്ത് പറയാനാണ്? ഒരൊറ്റ വഴിയേ ഉള്ളൂ, നീ അവനെ അങ്ങ് സ്നേഹിക്കുക. ഓൾറെഡി നിനക്ക് അവൻ ഇഷ്ടമാണ്, എങ്കിൽ പിന്നെ ആ ഇഷ്ടം നിനക്ക് അവനോട് തുറന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നവും ഇവിടെ സോൾവ് ആയില്ലേ എന്ന് പറയുമ്പോൾ, നിനക്ക് വിവരമുണ്ടോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവനെ ഞാനിത് പോയി സ്നേഹിക്കാനായിട്ട് പോകുന്നു. അതും പോയിട്ട് ആ ഇഷ്ടം ഞാനോട് തുറന്നു പറയണമെന്നോ? അതൊക്കെ പോട്ടെ, അവന് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം നിനക്കറിയത്തില്ലേ? പിന്നെ അവനിട്ട് ഓരോ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നിൽക്കുന്ന സമയത്ത് എപ്പോഴും അവൻ എന്നെ കിസ് ചെയ്തു ഞങ്ങൾ നമ്മൾ ഇഷ്ടത്തിലാണെന്നൊക്കെ പോയി പറയുന്നത്. അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയുമ്പോൾ, ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഹീറോയുടെ ഹോട്ടലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് അവിടെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബില്ല് കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത്, നിങ്ങൾ പറഞ്ഞത് ആരെ പറ്റിയിട്ടാണെന്ന് എനിക്കറിയാം, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. അവൻ്റെ ലവറൊന്നും അല്ല അവൾ, അവർ പണ്ട് പ്രണയത്തിലായിരുന്നു. പക്ഷേ കുറേ മാസങ്ങൾക്ക് മുന്നേ അത് ബ്രേക്കപ്പായി. ഇപ്പോഴും അവൾക്ക് അവന് ഇഷ്ടമാണ്. അവനാണെങ്കിൽ അവളെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഇനിയും ഒരു ചാൻസ് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് വെറുതെ അവളിങ്ങനെ അവരെ പുറകെ നടക്കാമെന്ന് പറയുമ്പോഴത്തേക്കും റോസിന് ഭയങ്കര സന്തോഷം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിന് വരുന്നുണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൾ നേരെ വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് യാദൃച്ഛികമായിട്ട് തന്നെ ഹീറോയെ കാണുന്നുണ്ടായിരുന്നു. ഹേ ബേബി, നീ എന്താ എന്നോടൊന്നും സംസാരിക്കാതെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളെ പിന്നെയും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ, ദേവി ഇതൊന്നും നിർത്തുന്നുണ്ടോ? ഞാൻ എന്ത് അവസ്ഥയിലാണ് അങ്ങനെ പറഞ്ഞുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെയും നീ എന്നോട് ഇങ്ങനെ കാണിക്കരുതെന്ന് പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്തു ബേബി? നീ എന്നോട് നേരെ സംസാരിക്കേ. അമ്മയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ അതുപോലെയൊന്നും ഇപ്പോൾ നിന്റെ നാവ് പൊങ്ങുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, നീ ദേവി അതിൻ്റെ പുറകെ നടങ്ങനെ ടോർച്ചർ ചെയ്യരുത്. ഇനി എൻ്റെ
പുറകെ നടന്ന് എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് വന്ന എൻ്റെ സ്വഭാവം അറിയാലോ എന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് വന്നിട്ട് അവളുടെ ചുണ്ടിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. നീ നോക്കിയേ, നീ എന്നോട് എപ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നു അപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ നിനക്ക് ഉമ്മ തന്നുകൊണ്ടേയിരിക്കും. ഇനി എന്തെങ്കിലും ദേഷ്യപ്പെടാനായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ വായേ തുറക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെയും അവനിങ്ങനെ അവളുടെ അടുത്തേക്ക് വരാനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ഹീറോയുടെ എക്സ് ലവർ പെൺകുട്ടി വരുന്നുണ്ട്. നിങ്ങളിവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. മിയ, ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, ഇത് എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ എക്സ് ഗേൾ ഫ്രണ്ട് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് മിയേനെ ഞങ്ങൾ നെയ്ബേഴ്സാന്ന് പറഞ്ഞിട്ട് അവൾക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ എക്സ് ഗേൾ ഫ്രണ്ട് പെൺകുട്ടിയാണെങ്കിൽ നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവൻ എനിക്കുള്ളതാ, നിനക്കറിയാമോ എന്ന് എനിക്കറിയില്ല. കുറേ നാളുകളുകൊണ്ട് ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു, ഞങ്ങൾക്കിടയിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കേ ഉള്ളൂ, അതിൻ്റെ പേരിൽ എങ്ങനെ പിണങ്ങിയിരിക്കുന്നത്. ആ പിണക്കം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അതിനിടയിൽ നീ ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് നീ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പിന്നെ എൻ്റെ സ്വഭാവം മാറുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ചിരിച്ചോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്ന മിയയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എപ്പം നോക്കിയാൽ അവൻ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? അത് മാത്രമല്ല, എൻ്റെ ഫസ്റ്റ് കിസ് പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, എന്തായാലും ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞിട്ട് ഇവള് നേരെ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. പോയിട്ട് ഡോറിൽ തട്ടുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ നീ എപ്പോഴും ഇങ്ങനെ കിസ് ചെയ്യുന്നത്? നിനക്കറിയോ എൻ്റെ ഫസ്റ്റ് കിസ് അതോടുകൂടെ പോയെന്ന് പറയുമ്പോൾ അവന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് കിസ്സോ? നിനക്ക് നാണമില്ലേ ഇത്രയും മുതുക്കിയായിട്ട് ഫസ്റ്റ് കിസ് ഇപ്പോഴാണ് നടന്നതെന്ന്? അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഞാനല്ലേ നിന്നെ ആദ്യമായിട്ട് കിസ് ചെയ്തത്. എനിക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു മുഖം തരട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൾ അന്നേരം ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഇവൻ പോയിട്ട് ആ ചോരോട് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഇവനെങ്ങാനും ഇനി കിസ് ചെയ്യാനായിട്ട് തന്നെയാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവള് കണ്ണടച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പുറകോട്ട് മാറി നിൽക്കുന്നുമുണ്ട്. ഇവള് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ, ഞാൻ തന്നെ ഇപ്പോൾ ഉമ്മ വെക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലേ നീ ഇങ്ങനെ കണ്ണടച്ച് തന്നത്? അപ്പോൾ ഞാൻ ഉമ്മ വെക്കാനായിട്ട് നീയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾക്കങ്ങ് നാണം വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറി ഓടുന്നത് നല്ലെന്ന് പറഞ്ഞിട്ട് അവളെ നേരെ കയറി ഓടി പോകുന്നുണ്ടായിരുന്നു. ഇവൻ അവൾ പോയതിന് ശേഷം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുമുണ്ട്. അടുത്ത് കാണിക്കുന്നത് നമ്മുടെ മിയയുടെ കഫേയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഉണ്ട്. ആ ചെക്കനോട് ഈ സാൻ എന്തോ ഒരു ഇഷ്ടം പറയുന്നുണ്ട്, അവനത് അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇവർ തമ്മിൽ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തോന്നുന്നു, അത് നമുക്ക് പോകെ അറിയാം. പിറ്റേ ദിവസം മിയ നേരെ കഫേയിലേക്ക് വരുമ്പോൾ റോസ് വന്ന് പറയുന്നുണ്ട്, ഡി അടുത്ത മാസത്തെ മെനു എന്തൊക്കെയാണെന്നുള്ളത് നീ ആ മാനേജറിനോട് പോയിട്ടൊന്ന് അന്വേഷിക്കേ പോ, പെട്ടെന്ന് വേണമെന്നും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ മിയ പോയി ഹോട്ടലിലെ മാനേജറിനോട് ചോദിക്കുമ്പോൾ മാനേജർ ഇപ്പോൾ ലീവിലാണെന്നും ഒരു അസിസ്റ്റന്റ് മാനേജർ ഉണ്ട് മാഡം, അവരോട് ചോദിക്കാനും പറയുന്നുണ്ട്. നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോ ആയിരുന്നു. ഹേയ്, നീ എന്താ ഇവിടെ? ഉമ്മ ചോദിക്കാനായിട്ട് വന്നതാണോ? ഇവിടെ വെച്ച് തരാനായിട്ട് പറ്റത്തില്ല, ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഹീറോ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനൊന്നും വന്നതല്ല, അടുത്ത മാസത്തേക്കുള്ള മെനു എനിക്കിപ്പോൾ വേണം, എന്നാലേ കേക്കിലുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ, കൊള്ളാം, അടുത്ത മാസത്തെ കേക്കെങ്കിലും നീ നന്നായിട്ട് ഉണ്ടാക്കുമോ? നോർമലി നിൻ്റെ കഫേയിൽ ഉണ്ടാക്കുന്ന കേക്ക് അത്ര കഴിക്കാനായിട്ട് രസമില്ല, അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ പെങ്കൊച്ചാണെങ്കിൽ അങ്ങനെ വരാനായിട്ട് വഴിയില്ലല്ലോ സാറേ, ഞാൻ എപ്പോഴും അവിടെയല്ലേ പോയി കേക്ക് കഴിക്കുന്നത്, നല്ല ടേസ്റ്റ് അവിടുത്തെ കേക്ക് കഴിക്കാനായിട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമെന്ന് പറയുമ്പോൾ, ഇതേ കേട്ടല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് കൊള്ളത്തില്ല എങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇവർ പറയേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, നിങ്ങളൊരു ദിവസം വന്ന് എൻ്റെ കഫേയിൽ വന്നിരിക്കുക, അപ്പോൾ അറിയാം അവിടുത്തെ തിരക്ക്. എന്നോടുള്ള ദേഷ്യം എൻ്റെ കേക്കിലെ കുറ്റം പറഞ്ഞ് തീർക്കണ്ടെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് മെനു തരണമെന്ന് പറഞ്ഞ് അവൾ നേരെ പോകുന്നുണ്ട്. നേരെ പോയിട്ട് ലിഫ്റ്റിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോയും കയറാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇവൻ വരുന്നതിന് മുന്നേ ഈ ലിഫ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് അവൾ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ നമ്മുടെ ഹീറോ ലിഫ്റ്റിനകത്ത് കയറി പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയില്ലേ നീ ലിഫ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ട് നോക്കിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല, അത് ഞാൻ വേറെ എന്തോ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, അതാ നീ വരുന്നത് ഞാൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കറണ്ട് പോകുന്നുണ്ട്, ലിഫ്റ്റ് സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. ഇവൾക്ക് ഇരുട്ട് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ കറണ്ട് പോയ സെക്കൻഡിൽ തന്നെ നമ്മുടെ ഹീറോ ഇവൾ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഇതെന്താ ഈ കാണിക്കുന്നു ചോദിക്കുമ്പോൾ, സോറി, നീ ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഇരുട്ട് ഒരുപാട് പേടിയാന്ന് പറയുന്നുണ്ട്. നീ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ, സാരമില്ല, ഞാനൊന്ന് ഈ നമ്പറിൽ കോൾ ചെയ്ത് നോക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് കോള് കണക്ട് ആവാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കണക്ട് ആകുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മിയയ്ക്കാകെ ശ്വാസം മുട്ടിയിട്ട് അവളെ ബോധം ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഹീറോ പറയുന്നുണ്ട്, നീ ബോധം കിടല്ലേ, പ്ലീസ് പറയുന്നത് കേൾക്ക്, നീ കണ്ണടച്ച് കിടക്കുവാണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ ഉമ്മ വയ്ക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ കുറേയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പിന്നെ തീരെ പറ്റാണ്ടായപ്പോൾ അവൾ തലകറങ്ങി വീഴുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ തലകറങ്ങി വീണ നമ്മുടെ മിയയെ തൂക്കിയെടുത്തുകൊണ്ട് ഹീറോ നേരെ അവൻ്റെ റൂമിൽ കൊണ്ട് കടത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സൈലൻ്റായി കിടക്കുന്ന നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാന്ന് പറഞ്ഞ് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതെവിടെയാ, നീ ഇതെന്താ ചെയ്തത്, നീ എന്നെ വേറൊന്നും ചെയ്തില്ലല്ലോ അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. കൊള്ളാം, ഇതാണ് ഈ പെൺപിള്ളേരുടെ സ്വഭാവം എന്ന് പറയുന്നത്. നീ ആ ലിഫ്റ്റിൽ തലകറങ്ങി വീണ സമയത്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കടത്തിയതും പോരാ, ഇപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു, അത് മാത്രമല്ല ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ നിന്റെ ശരീരത്തിൽ ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ എങ്ങനെ കാണുമെന്ന് ചോദിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു.
നീ ഒരു ദുഷ്ടനാ, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ചെയ്ത നല്ല കാര്യത്തിന് എനിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ടോം ആൻഡ് ജെറി ഇങ്ങനെ അടി കൂടത്തില്ലേ, അതുപോലെയായിരുന്നു ഇവർ രണ്ടുപേരുടെ ഇടയിൽ അടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സാൻ ആണെങ്കിൽ മിയയുടെ കഫേയിൽ വർക്ക് ചെയ്യുന്ന ആ എംപ്ലോയിയുടെ കയ്യിൽ എന്തോ ഒരു സിറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കേക്കിൽ ഒഴിക്കുവാണെങ്കിൽ കേക്ക് പെട്ടെന്ന് ചീത്തയായി പോകും. എന്നോടുള്ള സ്നേഹം നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് ഇത്. നീ എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്താൽ നിന്റെ സ്നേഹം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാമെന്ന് സാൻ പറയുന്നുണ്ട്. അങ്ങനെ ഈ പയ്യനാണെങ്കിൽ ആ കേക്കിൽ ആ സിറപ്പ് കൊണ്ട് ഒഴിക്കുന്ന സമയത്ത് അവിടേക്ക് റോസും മീയും വരുന്നുണ്ടായിരുന്നു. നീ അവിടെ എന്ത് ചെയ്യുവാടാ? ഞാനൊന്നും ചെയ്യുന്നില്ല. അത് ഞാൻ കയറി വന്ന സമയത്ത് ഫ്രിഡ്ജിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നി. അതെന്താ നമ്മൾ നോക്കാനായിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ഫ്രിഡ്ജിന് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇവൻ ഒരുപാട് നാൾ കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇവൻ ഒരുപാട് വിശ്വാസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കള്ളവും അവർ വിശ്വസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാൻ ഈ എംപ്ലോയിയോട് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നീ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ആ ചെയ്തു എന്നും പറയുന്നുണ്ട്. പിന്നെ അവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും കേക്ക് കഴിക്കുന്ന സമയം ഒരു പെൺകുട്ടി, അയ്യേ ഇതെന്ത് വൃത്തികെട്ടൊരു ടേസ്റ്റാണ് ഈ കേക്കിന്, ഞാൻ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് കഴിക്കാനായിട്ട് വന്നത്, പക്ഷേ ഈ കേക്ക് വായിൽ വെച്ച് കഴിക്കാനായിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരാനായിട്ട് ചാൻസ് ഇല്ല മാഡം, ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് റോസ് അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അവനും ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കേക്ക് അത്രയ്ക്ക് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അത് മാത്രമല്ല അവർക്ക് അവരുടെ കാശ് റീഫണ്ട് വേണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മീക്ക് വേറെ വഴിയില്ലാതെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അവരവരുടെ കാശ് കൊടുത്തു വിടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയെന്ന് മാത്രം മിയയ്ക്ക് അറിയത്തില്ലായിരുന്നു. അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഞാൻ വളരെ നന്നായിട്ട് തന്നെയാണ് കേക്ക് ഉണ്ടാക്കിയത്, പക്ഷേ അതിനെന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്? റോസ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സാൻ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഫ്രിഡ്ജിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണെങ്കിലോ ഒരു ആളെ വിളിച്ചൊന്ന് ഫ്രിഡ്ജ് നോക്കാനായിട്ട് പറയും. അപ്പോൾ നമുക്ക് കാര്യം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പറ്റുമെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ഫ്രിഡ്ജിന് എന്തോ സൗണ്ട് കേട്ടെന്ന് ആ എംപ്ലോയി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ച് അവൾക്ക് അതെന്തോ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ട് നാളെ ഒരാളോട് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ മിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു കഫേ ഉണ്ടല്ലോ, അതായത് ഇവളുടെ കഫേയുടെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ളൊരു കഫേ, അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്കാണെങ്കിൽ വിചാരിച്ചാലധികം കസ്റ്റമേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛാ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി പതിയെ അവളുടെ ആ കട അടച്ചു പൂട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കഫേ മാത്രമല്ല ഒരു 10 കഫേ ഉടനെ ഇടാനായിട്ട് പറ്റുമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവളുടെ അച്ഛനും സാനും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ കാശ് ഇതാ ഇരിപ്പുണ്ട്, പിന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്താണെന്ന് വെച്ചാൽ നീ അതുപോലെ ചെയ്തു തരണം. എൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവളുടെ കട എങ്ങനെയെങ്കിലും അടച്ചു പൂട്ടണം എന്നുള്ളതാണ്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നീ ഇതുപോലെ നന്നായിട്ട് ചെയ്യണമെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. സാനും അത് ഓക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ മീയും റോസും കൂടെ വരുന്നുണ്ടായിരുന്നു. സാൻ ഇവിടെ ഇരിക്കുന്നവർ കാണുമ്പോൾ നേരെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. റോസ് നേരെ പോയിട്ട് ആ സാൻ നീ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഈ അങ്കിളുണ്ടല്ലോ അവരാണെങ്കിൽ മുഖം ആരും കാണരുതെന്ന് പറഞ്ഞിട്ട് മുഖം പൊത്തി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇവർക്കതിൽ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും സാൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഫ്രിഡ്ജ് നോക്കാനായിട്ട് ആൾ വന്നു എന്ന് സാൻ ചോദിക്കുന്നുണ്ട്. വന്നിരുന്നു, പക്ഷേ ഫ്രിഡ്ജിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാ കേക്ക് ചീത്തയായി പോയത്, അത് മാത്രം എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പറയുന്നുണ്ട്. സാൻ അന്നേരം നീ വിഷമിക്കേണ്ട, നമുക്കതിൽ എന്തെങ്കിലും ചെയ്ത് ഓക്കെ ആക്കാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റോസും മീയും നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ഈ കഫേനെ പറ്റിയിട്ട് ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ റോസിനാകെ പേടി തോന്നിയിട്ട് നീ ഇത് കണ്ടോ, നമ്മുടെ ഈ കഫേയെക്കുറിച്ച് എന്തൊക്കെ ഇവരിങ്ങനെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജോലി പോകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. മീയ അന്നേരം നീ വിഷമിക്കണ്ട, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ, നമ്മുടെ കസ്റ്റമേഴ്സിന് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നമ്മുടെ സത്യസന്ധത തെളിയിക്കാനായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷവും അവർ വിചാരിച്ച അത്ര റെസ്പോൺസ് ഒന്നും കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ ചെയ്യുന്നതിനൊപ്പം പിറ്റേ ദിവസം രാവിലെ നിങ്ങളെല്ലാവരും കഫേയിലേക്ക് വരുവാണെങ്കിൽ എല്ലാവർക്കും കേക്ക് ഫ്രീ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോയും വൈറലായിട്ടില്ല, പിന്നെ ഈ പറഞ്ഞ വാക്കും പാലിക്കണം, അതിനുള്ള കാശ് എന്തായാലും ഇവരുടെ ഹോട്ടലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തില്ല. പിന്നെ അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവരാകെ ആശങ്കയിലിരിക്കുന്നുണ്ട്. നമ്മളിട്ട വീഡിയോ ഫുള്ള് ഫ്ലോപ്പാണ്. അത് മാത്രമല്ല നാളെ എങ്ങനെയാണ് ഈ വരുന്നവർക്കൊക്കെ കേക്ക് കൊടുക്കുന്നത്, നിനക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചിന്തയുണ്ടോ, വല്ലതും വായി തോന്നുന്നത് അങ്ങ് വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ പ്ലീസ് റോസ്, അല്ലെങ്കിൽ തന്നെ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്, പക്ഷേ അത് എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സിനെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരണം. അതിന് എന്തൊക്കെ ചിലവായിരുന്നാലും അതെല്ലാം ഞാൻ തന്നെ ചിലവാക്കും. നാളെ കേക്ക് എല്ലാവർക്കും ഫ്രീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. ആ സമയം അവളുടെ അമ്മ കോൾ ചെയ്തിട്ട് മോളെ നാളെ ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു കാര്യം നിൻ്റെ ബോയ് ഫ്രണ്ടില്ലേ അവനെ കൂടെ ഒന്ന് വിളിച്ചേക്ക്, നമുക്ക് നാളെ ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്മേ, അവന് വരാനായിട്ട് പറ്റത്തില്ല, അവൻ ഓഫീസിൽ ഭയങ്കര ബിസിയായിട്ട് നിൽക്കുക, അതുകൊണ്ട് തന്നെ ലീവൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാനവൻ്റെ അമ്മയാണ്,
ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകളെ അവൻ കല്യാണം കഴിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി. ഞാൻ അവിടെ വരുമ്പോൾ അവനും വേണമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? നാളെ അമ്മ വരുമ്പോൾ ഞാൻ അവനെ എവിടെ നിന്ന് പോയി വിളിക്കാനാ? റോസ്, ഞാനിനി എന്ത് ചെയ്യും? നാളെ അമ്മ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അമ്മ വരുമ്പോൾ അവനും കൂടെ വേണമെന്ന്. ഞാൻ എന്ത് ചെയ്യും? ഒരു പ്രശ്നം അവസാനിക്കുമ്പോൾ എന്നെ തേടി അടുത്ത പ്രശ്നം വരുവാണല്ലോ എന്ന് പറയുമ്പോൾ നീ അതിനെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ തൊട്ട് ഫ്രണ്ടിലല്ലേ അവൻ താമസിക്കുന്നത്. അങ്ങോട്ട് പോയി കാര്യം പറയണം. നാളെ അമ്മ വരുവാണെന്നും ജസ്റ്റ് നാളെ ഒരു ദിവസം എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് നീ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും സമ്മതിക്കാതിരിക്കുന്നതിൽ പറയുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരിക്കുക റോസ് എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതി അവൾ ഒരുപാട് നേരെ സമയം എടുത്ത് പ്രിപ്പയർഡായിട്ട് അവൻ്റെ ഡോറിൽ പോയി നിൽക്കുന്നുണ്ട്. തട്ടണോ വേണ്ടയോ, ചോദിച്ചാൽ അവൻ സമ്മതിക്കോ എന്നൊന്നും അറിയാതെ അവൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തൊട്ട് പുറകിൽ വന്നിട്ട്, ഹേ ബേബി, നീ എന്തിനാ എൻ്റെ വീട്ടിൽ കടന്ന് കറങ്ങുന്നത്? ഞാൻ ഉമ്മ തരുമെന്ന് വിചാരിച്ചിട്ടാണോ ഇവിടെ തന്നെ നിന്ന് കറങ്ങുന്നത് ചോദിക്കുമ്പോൾ, അയ്യോ ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ഞാൻ അതിനൊന്നും അല്ല വന്നത്. നാളെ നീ എനിക്കൊരു കാര്യം ചെയ്തു തരാവോ? എൻ്റെ അമ്മ നാളെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ കൂടെ നീയും വേണമെന്ന് അമ്മ പറയുക. ഞാൻ എന്ത് ചെയ്യാനാണ്? നാളെ ഒരു ദിവസം എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് നിനക്ക് അഭിനയിക്കാനായിട്ട് പറ്റുമോ പ്ലീസ് എന്ന് പറയുമ്പോൾ അവൻ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് കയറി പോകാൻ നിൽക്കുന്ന സമയത്ത്, അയ്യോ പ്ലീസ് 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 നീ അങ്ങനെ പറയരുത്, നാളെ ഒരൊറ്റ ദിവസം പ്ലീസ് എന്ന് പറയുമ്പോൾ അവൻ പിന്നെയും പറ്റില്ല എന്ന് പറഞ്ഞ് ഡോർ വലിച്ചടയ്ക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ പൊട്ടനോടൊക്കെ പോയി ചോദിക്കേണ്ടി വരുന്ന എൻ്റെ ഗതികേട്, എൻ്റെ ദൈവമേ, നാളെ ഞാനിനി എന്ത് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ കയറി പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മിയയുടെ അമ്മ വരുന്നുണ്ട്. അവരകത്തേക്ക് കൂട്ടിക്കൊണ്ടിരുന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ പിന്നെയും ചോദിക്കുന്നുണ്ട്, എടി അവൻ ഇതുവരെ കണ്ടില്ലല്ലോ. അയ്യോ അമ്മ, ഞാൻ പറഞ്ഞില്ലേ അവനിപ്പോൾ ഓഫീസിൽ ഒരുപാട് തിരക്കാണ്, എന്തായാലും വരത്തില്ല എന്ന് പറയുമ്പോൾ ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന കേൾക്കുന്നുണ്ടായിരുന്നു. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നീ ശരിക്കും വന്നോ? എൻ്റെ അമ്മ അകത്ത് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നീ ചെയ്യണം പ്ലീസ്. ഇന്നൊരു ദിവസത്തേക്ക് എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് നീ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ മൂന്നാളും ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ശേഷം പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാനായിട്ട് പോകുന്ന സമയത്ത് മിയനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഹീറോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് റാക്കിൻ്റെ മേലെങ്ങാണ്ടോ പാത്രം എടുത്ത് വെക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും പെട്ടെന്ന് അടുത്തടുത്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ തന്നെ പരിസരം മറന്ന് ഹീറോ ആണെങ്കിൽ അവളെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കിത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അമ്മ ഇരിക്കുന്നത് അവരിപ്പോഴായിരുന്നു ഓർത്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് അമ്മയെ കാണുമ്പോൾ തന്നെ അവർക്ക് വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ ഹീറോയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മേ ഞാൻ പോവാ, എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കണമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവൻ മിയയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവിടേക്ക് ഹീറോയുടെ എക്സ് ഗേൾ ഫ്രണ്ടില്ലേ അവൾ വരുന്നുണ്ട്. നീ എന്തിനാ ഇവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്? അവിടെ നിന്ന് എന്ത് ചെയ്യുമായിരുന്നു ചോദിക്കുമ്പോൾ, നിനക്ക് കണ്ണില്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അതൊക്കെ പോട്ടെ, അതൊക്കെ ചോദിക്കാനായിട്ട് വരട്ടെ, നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അത് ഞാൻ നിൻ്റെ ഒപ്പം പുറത്തേക്ക് പോകാനായിട്ടാണ് വന്നത്, നിന്നെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കെന്തോ നീ അവളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെയാണ് തോന്നിയത്. നീ ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് അവളെയും കൂടിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. മിയ അതിനുശേഷം അമ്മയോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിലായിരുന്നു കഫേയിൽ നിന്ന് റോസ് ഫോൺ ചെയ്തിട്ട്, ഇടി നീ പെട്ടെന്ന് വാ, നമ്മൾ ഇന്നത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച കേക്കും ചീത്തയായെന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത്. അവൾ ഓടി വരുമ്പോഴത്തേക്കും അവൾ ഇന്നലെ കഷ്ടപ്പെട്ട് ഈ വരുന്നവർക്കെല്ലാവർക്കും ഫ്രീ കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയ കേക്കും ചീത്തയായിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. നീ ഇത് നന്നായിട്ടല്ലേ ഉണ്ടാക്കിയത്, പക്ഷേ ഇതെങ്ങനെ കേക്ക് ചീത്തയായി? എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മിയ എംപ്ലോയിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ ഫ്രിഡ്ജ് എങ്ങനെ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഫ്രിഡ്ജ് ഓണാക്കി തന്നെ ഇട്ടത്. രാവിലെ വന്നപ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെ ഈ കേക്ക് ചീത്തയായത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ റോസ് എന്ന് പറയുമ്പോൾ, ഇനി നമുക്ക് ഒട്ടും സമയമില്ല. നീ ഇപ്പം ഉണ്ടാക്കിയ കേക്കെല്ലാം ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ പിന്നെ നമ്മുടെ കഫേ പൂട്ടാനുള്ള വഴിയേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും പുതിയ കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ സമയം എംപ്ലോയി ആണെങ്കിൽ നേരെ സാനെ വിളിച്ചിട്ട് അവർ പുതിയ കേക്ക് ഉണ്ടാക്കുന്നുള്ള കാര്യം പറയുന്നുമുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ കേക്കെല്ലാം ഒരു വിധത്തിൽ ഉണ്ടാക്കിയിട്ട് അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സാൻ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്ന കഫേയില്ലേ, അവിടെ ഉണ്ടായിരുന്ന പെങ്കൊച്ചിനാണെങ്കിൽ ഇന്നേ ദിവസം അവളുടെ കഫേയിലും കസ്റ്റമേഴ്സ് കുറവായിരുന്നു. അത് കാണുമ്പോൾ നല്ല ദേഷ്യം വന്നിട്ട്, ഇത് എന്താ അച്ഛാ, ഇന്നലെ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ടുള്ള ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു. പക്ഷേ ഇതേ കണ്ടില്ലേ, അവളെ കഫേയിലാണെങ്കിൽ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ, മോളൊന്ന് വിഷമിക്കാതിരിക്കുക, അതിനൊക്കെ ഉള്ള വഴി അച്ഛൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, നീ ഒന്ന് അടങ്ങെന്ന് പറയുന്നുണ്ടായിരുന്നു. സാൻ വന്നിട്ട്, റോസ്, മിയ, നിങ്ങൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് പാക്ക് ചെയ്യേണ്ട, താഴെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടാളും താഴേക്ക് പൊക്കോ, ഞാനും ഇവനും കൂടെ നിന്ന് ഇതെല്ലാം നന്നായിട്ട് പാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്കൊരാളെ കിട്ടിയതല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞ് അവർ രണ്ടുപേർ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും കിട്ടിയ അവസരം സാനും ആ എംപ്ലോയി നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയും ആ കേക്കിലെല്ലാം ആ ലിക്വിഡ് കലക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ആ കേക്ക് ഫുള്ള് ചീത്തയായിട്ട് പിന്നെയും കംപ്ലയിൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ ഹോട്ടലിലെ മാനേജർ അറിഞ്ഞിട്ട് മീനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ഇതെന്ത് പറ്റി, നീ ഈ കേക്കിലെങ്ങാനും എക്സ്പയർഡ് ആയിപ്പോയ സാധനങ്ങളെങ്ങാനും ഉപയോഗിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ, ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്തില്ല. പക്ഷേ എങ്ങനെയാണ് കേക്ക് ഇങ്ങനെ ചീത്തയായി പോകുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ഞാൻ ഇത്രയും നാൾ നല്ല രീതിയിലല്ലേ ചെയ്തത്, അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ കേക്ക് ചീത്തയായെന്ന് എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നീ വിഷമിക്കേണ്ട, എനിക്കറിയാം നിൻ്റെ ടാലൻറ്റ് എന്താണെന്നുള്ളത്. പക്ഷേ അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് നമുക്ക് എളുപ്പമായിട്ട് നടക്കേണ്ട കാര്യമല്ല. ഞാൻ നിനക്ക് 2 മാസം സമയം തരാം. ഇതിനുള്ളിൽ നമ്മുടെ കഫേയിൽ ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ച് പഴയതുപോലെ കൊണ്ടുവരണം. ഇല്ലാന്നാണെങ്കിൽ എനിക്കിനി പിന്നെ ഇതിലൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മേക്ക് ആകെ സങ്കടം വന്നിട്ട് അവൾ പിന്നെയും കഫേയിലേക്ക് പോയിട്ട് ദേഷ്യത്തിന് പുറത്ത് കേക്ക് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. ഇവളുടനെ തിരിഞ്ഞു നിന്നിട്ട് നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ഞാനിതിനെ ഇവിടേക്ക് വന്നതെന്നോ, ഞാൻ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. നീ കേക്കൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്നെ മാനേജറാണ് പറഞ്ഞു വിട്ടെന്ന് പറയുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാനാണ് വന്നതെങ്കിൽ നിനക്ക് അതിനുള്ള എന്ത് ക്വാളിറ്റി ഉള്ളത്, നിനക്ക് ഇതിനെ പറ്റിയിട്ട് വല്ലതും അറിയാവോ? അങ്ങനെ മാനേജർ പറഞ്ഞു വിടണമെങ്കിൽ അതിനുള്ള ടാലൻ്റ് ഉള്ള ഒരാളായിരിക്കണം. പക്ഷേ നിനക്ക് ഇതിൻ്റെ ABCD ഒന്നും അറിയത്തില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നീ എന്തിനാ ഇവിടേക്ക് വന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവളുടെ ദേഷ്യം മുഴുവൻ അവൻ്റെ അടുത്ത് തീർക്കുന്നുണ്ടായിരുന്നു. നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ചാടിയിട്ട് ഒരു കാര്യമില്ല. മാനേജർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആ സമയത്തിനുള്ളിൽ വെച്ചിട്ട് നീ നിൻ്റെ കഴിവ് തെളിയിക്കാനായിട്ട് നോക്ക്, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവൾക്കാണെങ്കിൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മിയ കഫേയിലേക്ക് വരുമ്പോൾ തലേ ദിവസം ഹീറോയ്ക്ക് ഇതിൻ്റെ ABCD ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ദേഷ്യത്തിൽ അവനാണെങ്കിൽ അവൾക്ക് വേണ്ടി ഒരു പാൻ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നീ ഇന്നലെ എന്നെ കുറ്റം പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ഉണ്ടാക്കിയതാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അവൾ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അയ്യേ ഇത് എന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, വായിൽ വെക്കാൻ കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ ഉണ്ടാക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്. അവൾ വരുമ്പോൾ ഇത് ഇവൻ ഉണ്ടാക്കിയതാ, നീ ഇതൊന്ന് കഴിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട്. അവൾ കഴിക്കുമ്പോഴും അവൾക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എങ്ങനെയുണ്ട്, ഇതിവൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ, ഞാൻ ഒരുപാട് പറഞ്ഞതാ നിനക്ക് പറ്റത്തില്ല നീ ഉണ്ടാക്കണ്ടെന്ന്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാതെ അവനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് എന്നെ ഊട്ടി വിടുമായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഇത് കഴിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് നിന്നോടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ അവൾക്കും ഹീറോയിന് ഒരുപാട് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് മിയയുടെ അടുത്തേക്ക് ആ എംപ്ലോയി വന്നിട്ട് പറയുന്നുണ്ട്, മാഡം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ സിറ്റിയിലോട്ട് എവിടെയെങ്കിലും ഞാനൊരു കഫേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതിനെനിക്ക് ബേക്കിംഗ് ഒന്നും അറിയത്തില്ല, നിങ്ങൾ എനിക്കിതൊന്ന് പഠിപ്പിച്ച് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരാളുടെ ലൈഫ് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മിയും അതിന് സന്തോഷത്തോടെ തന്നെ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് പിന്നിൽ വേറൊരു കഥ എന്താണെന്ന് പറഞ്ഞാൽ സാൻ ഓൾറെഡി ഈ എംപ്ലോയിയോട് പറഞ്ഞിട്ടുണ്ട്, നീ അവളോട് നിനക്ക് ഈ കേക്കിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കണമെന്നും ഇങ്ങനെ ഒരു കട ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും കൂടെ പറയണം. അപ്പോൾ അവളുടെ റെസിപ്പീസ് എല്ലാം നിനക്ക് പറഞ്ഞു തരും. അതുവഴി നമുക്ക് അവളുടെ ആ സീക്രട്ട് റെസിപ്പി അറിയാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ചെക്കൻ ഇവളോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പിറ്റേ ദിവസം മുതൽ മീ അവന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവൾ അതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. ഇവിടെ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, ഇവന് കേക്കിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയണമെന്ന്, സോ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉന്നെ പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അവൻ ഇങ്ങനെയും അവിടെ കറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇന്നലെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് നിന്നെ മാനേജർ പറഞ്ഞു വിട്ടതാന്ന് നീ പറഞ്ഞു, ഇന്നിപ്പോൾ എന്തിനാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്, അതിൻ്റെ എന്താ ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, ഇന്നലെ ഞാൻ ആ പാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ നിനക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്, അതുകൂടെ ഉണ്ടാക്കാനായിട്ട് നീ എനിക്ക് പറഞ്ഞു തരുമോ? എനിക്കതൊക്കെ ഒന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, എനിക്കതിൽ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ പഠിപ്പിച്ചു തരുന്നത് കൊണ്ട് തന്നെ നീ എന്നെ ടീച്ചറെന്ന് വിളിക്കണം, എങ്കിൽ മാത്രമേ എനിക്കത് നിനക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ അവനൊന്ന് വിസമ്മതിച്ചെങ്കിലും ലാസ്റ്റ് അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ നമുക്ക് നാളെ മുതൽ ക്ലാസ് എടുത്ത് തുടങ്ങാം, രാവിലെ നീ കഫേയിലേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അവരങ്ങനെ സംസാരിച്ച് ഹീറോ ആണെങ്കിൽ അന്ന് നിൻ്റെ കേക്കൊക്കെ അങ്ങനെ കേടായി പോയതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നീ കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനതൊക്കെ നോക്കിയതായിരുന്നു, പക്ഷെ അതിൻ്റെ കറക്റ്റ് റീസൺ എന്താണെന്നുള്ളത് എനിക്കിതുവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാവോ, നമ്മുടെ കഫേയിൽ CCTV ഒക്കെ ഉണ്ടല്ലോ, നമുക്കതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും മനഃപൂർവ്വം വന്ന് അതിനിങ്ങനെ ആക്കിയതാണെങ്കിലോ? അപ്പോഴായിരുന്നു അവൾ അക്കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റോസും മീയും ഹീറോയും കൂടെ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അതിലൂടെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ കഫേയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആ കേക്കിൽ എല്ലാത്തിലും എന്തോ ഒരു ലിക്വിഡ് ചേർക്കുന്നുള്ള കാര്യം. അവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു, അവൾക്ക് മാത്രമല്ല റോസിനും. അങ്ങനെ അവൾ വളരെ സങ്കടത്തോടെ കഫേയിൽ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ അവിടേക്ക് വരുന്നുണ്ട്. വന്ന പാടെ തന്നെ മീ അവനോട് ആ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുന്നേ തന്നെ ഇവനാണെങ്കിൽ സാനിനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞ ആ റെസിപ്പീസ് എല്ലാം ഈ ഡയറിയിലുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കിനി ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പാവം അവള്, ഞാൻ അവളെ ചതിക്കുന്നത് എനിക്കെന്തോ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി അങ്ങോട്ടുള്ള ഒരു കാര്യങ്ങളും ഇങ്ങനെയുള്ളതൊന്നും നീ എന്നോട് ആവശ്യപ്പെടരുതെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇനി ഒന്നും ആവശ്യപ്പെടുത്തില്ല, എനിക്കിപ്പോൾ മനസ്സിലായി നീ എന്നെ
ഉറപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. എന്തായാലും ആ റെസിപ്പിയും കൂടെ നീ എനിക്ക് പറഞ്ഞു തന്നല്ലോ, എനിക്കിത് മാത്രം മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കുറ്റബോധത്തിലായിരുന്നു ആ എംപ്ലോയി നേരെ കഫേയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവൾ ഈ കാര്യം ചോദിക്കുമ്പോൾ ആ കുറ്റബോധത്തിൻ്റെ പുറത്ത് തന്നെ അവൻ കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ഇത് ചെയ്തതെന്നും എനിക്കറിയാം, ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങൾ ആരോടും എന്നെ ക്ഷമിക്കാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. പക്ഷേ എൻ്റെ സാഹചര്യം അതായി പോയെന്ന് പറയുമ്പോൾ അവിടേക്ക് സാനും വരുന്നുണ്ട്. സാൻ പറഞ്ഞിട്ടാണ് താൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും സാൻ അവിടെ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇവൻ എന്ത് നുണ ഈ പറയുന്നത്, ഞാൻ ഈ കഫേയിൽ വരുന്നുണ്ടെങ്കിലും ഇവനോട് ചേച്ചി സഹായി ബൈ പറഞ്ഞ് പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഇവനോട് ഇക്കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോൾ പറഞ്ഞു എന്നാൽ ഇങ്ങനെയൊന്നും നുണ പറയരുതെന്ന് പറയുമ്പോൾ അവൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവർ രണ്ടുപേരും പ്രണയത്തിലാണെന്നുള്ള കാര്യവും പറയുന്നുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു. അതും സാൻ നിരസിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഈ ചെക്കന് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൻ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഹോട്ടലിന് എതിരായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കിത് വേണം. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുമെന്ന് വിചാരിച്ച ആളെ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിലല്ലേ ഇപ്പം എല്ലാവരുടെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്നത്. സാരമില്ല, നിങ്ങൾ എനിക്ക് എന്ത് തന്നാലും അത് ഞാൻ സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ ആയിട്ട് മിയോട് ഒരു സോറി കൂടെ പറഞ്ഞിട്ടായിരുന്നു ആ ചെക്കൻ പോയിട്ടുണ്ടായിരുന്നത്. സാൻ അന്നേരം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരുടെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, മീ എന്നെ വിശ്വസിക്കുന്ന പറയുമ്പോൾ സാൻ പ്ലീസ്, ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം, നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സാനും പോകുന്നുണ്ട്. അവിടെ നിന്ന് സാൻ നേരെ പോകുന്നത് ആ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഓപ്പോസിറ്റ് കഫേയിലെ അയാളുടെ അടുത്തേക്ക് പോയിട്ട് ആ ഡയറി കൊടുക്കുന്നുണ്ട്. അതിൽ റെസിപ്പീസ് എല്ലാം എഴുതിയിട്ടുണ്ടെന്നും അങ്കിൾ ഇനി എന്നോടൊന്നും ചോദിക്കരുത്, ഇപ്പോൾ അവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണ്, ഇതിനപ്പുറം എനിക്ക് അങ്കിളിനൊന്നും ചെയ്തു തരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ആലോചിക്കാം, നീ ആദ്യം ഫുഡൊക്കെ കഴിക്കുക, നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ സമയമെടുത്ത് തന്നെ ആലോചിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ശേഷം ഇവിടെ നമ്മുടെ മെയും ഹീറോയും കൂടെ നടന്നു വരുന്ന സമയത്ത് അവൾക്കാണെങ്കിൽ തൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവനിങ്ങനെ ചെയ്യുമെന്നുള്ളത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതിനപ്പുറമായിട്ട് അവനിപ്പോൾ എവിടെ പോയതായിരിക്കും, ഇനി എവിടെ പോയി ഒരു ജോലി അന്വേഷിക്കുന്നത് എന്നുള്ള ചിന്ത അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സങ്കടപ്പെട്ട് നടന്നു വരുമ്പോൾ നീ ഇതെന്തിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, കുറേ നാളുകളായിട്ട് അവൻ എൻ്റെ കഫേയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവൻ എന്നോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതൊക്കെ പോട്ടെ, അവനൊരു പാവം ചെക്കനാ, അവനിനി വേറെ എവിടെ പോയി ജോലി നോക്കാനാണ്, ഇപ്പോൾ എവിടെ ആയിരിക്കുമോ എന്തോ, എനിക്കെന്തോ അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിന്റെ കഫ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തത്, എന്നിട്ട് നീ അവന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് നിന്നാൽ അതൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു, അവൻ ഇതൊന്നും ചെയ്യാതിരിക്കുവാണെങ്കിൽ അവൻ ഈ കഫേയിൽ തന്നെ എത്രയോ നാൾ ജോലി ചെയ്യായിരുന്നു, അതിനെ പറ്റിയിട്ടൊന്നും അവൻ ചിന്തിച്ചില്ലല്ലോ, അപ്പോൾ പിന്നെ നീ അവനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ വിഷമത്തോടെ അവൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഹീറോ ആണെങ്കിൽ മിയയുടെ അടുത്ത് നിന്ന് ആ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് പഠിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ മനഃപൂർവ്വം കേക്കിലെ പൊടി അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ തട്ടി ഇടുന്നുണ്ടായിരുന്നു. നീ ഇതെന്താ ഈ കാണിക്കുന്നത്, എനിക്ക് നിനക്ക് ഒന്നും പറഞ്ഞു തരട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പിണങ്ങി പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് നിൽക്ക് ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല, നീ നിൽക്കുന്ന പറഞ്ഞിട്ട് അവൻ പിടിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് റോസ് അവിടേക്ക് വരുന്നുണ്ട്. ഇതിവിടെ എന്താ ഈ നടക്കുന്നത് ചോദിക്കുമ്പോൾ അവളെനിക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു തരുക, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓ, അപ്പോൾ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് റോസ് ഒരുമാതിരി ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിയയെ കാണാനായിട്ട് ഹീറോയുടെ എക്സ് ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ആരുടെ കാര്യം നീ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, നിന്റെ അസിസ്റ്റന്റ് മാനേജർ ഉണ്ടല്ലോ അവനുമായിട്ട് നീ എന്തെങ്കിലും റിലേഷൻഷിപ്പിലാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എനിക്ക് തലയ്ക്ക് സൂക്കേടൊന്നുമില്ല അവനെപ്പോലൊരു മന്ദബുദ്ധിയെ സ്നേഹിക്കാനായിട്ട്, അതൊക്കെ നീ ചുമ്മാ പറയുന്നതാണെന്ന് എനിക്കറിയാം. അവനെ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളും അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോടും ചോദിച്ചത്, നിന്നെ ഞാൻ മുന്നേ വാണിംഗ് ചെയ്ത് വിട്ടതാണ്, അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനായിട്ടുള്ളത്. അവൻ്റെ പുറകെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നത് നീ നിർത്തിക്കോണം കേട്ടോ, അല്ലെങ്കിൽ അത് നിർത്തിക്കാനുള്ള പരിപാടി ചെയ്യാനായിട്ട് എനിക്കറിയാമെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നുമോളെ, എനിക്കല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതിനുള്ളിൽ എനിക്ക് ആ വട്ടനെ കൂടെ പ്രണയിക്കാനായിട്ട് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്തും അവൾക്കെന്തോ വല്ലാണ്ടാകുന്നുണ്ട്. എൻ്റെ ദൈവമേ, എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് അവസാനം എനിക്ക് അവനെ നഷ്ടപ്പെട്ടു പോവുമോ? ഇടയ്ക്ക് എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടായിരുന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ പണ്ടേ ഞാൻ അവനെ സ്നേഹിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ആ പഴയ ഫീലിങ്സ് എല്ലാം പുറത്തേക്ക് വരുന്നത് പോലെ അടുത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എപ്പോഴും കാണുമ്പോൾ എനിക്കെന്തോ അവൻ ഒരുപാട് ഇഷ്ടമുള്ളത് പോയിട്ടാ തോന്നുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ട് തൊട്ട് പുറകിൽ നിന്ന് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. ഇഷ്ടമുണ്ടെന്നോ, നീ ആരെക്കുറിച്ച് ഈ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞില്ല, നിന്റെ ചെവിയിൽ അങ്ങനെ വല്ലതും കേട്ടതായിരിക്കും. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മിയ കഫേയിലേക്ക് വന്നിട്ട് കേക്കെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോസ് അവിടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ രാവിലെ വന്നിട്ട് നീ നിന്റെ പണി സ്റ്റാർട്ട് ചെയ്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ
ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മുടെ കഫേ പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് അവളും പറയുന്നുണ്ട്. അല്ല, ഈ കിച്ചണിൽ ഇത് എന്താ ഈ സൗണ്ട് കേൾക്കുന്നത്, അതിനകത്ത് ആരാ നിൽക്കുന്നത് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ആ അസിസ്റ്റന്റ് മാനേജറില്ലേ അവനാ. രാവിലെ വന്നിട്ട് അവനാ കേക്ക് ബേക്ക് ചെയ്യുന്നത്. കൊള്ളാലോ, നിന്റെ പ്രിൻസസ് അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ. നിനക്ക് ഇനിയെങ്കിലും നിന്റെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞോടെന്ന് ചോദിക്കുമ്പോൾ എടാ പട്ടി ഒന്ന് പതുക്കെ പറ, അവനിതേ അകത്തുണ്ട്, അവനെങ്ങാനും കേട്ടാ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കഥയില്ലാന്ന് പറഞ്ഞിട്ട് അവളും പറയുന്നുണ്ടായിരുന്നു. ആ ശരി ശരി ശരി, നിനക്കവൻ ഓൾറെഡി ഇഷ്ടമാണല്ലോ, അപ്പോൾ പിന്നെ ആ ഇഷ്ടം കൊണ്ട് തുറന്നു പറഞ്ഞോടെന്ന് ചോദിക്കുമ്പോൾ തൊട്ടു പുറകിലെ ഹീറോ ആണെങ്കിൽ കേക്കും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ കേൾക്കുന്നുമുണ്ട്. റോസ്, ഞാൻ എങ്ങനെ നിന്നോട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയാനാ, എനിക്കവന് ഒരുപാട് ഇഷ്ടമാണ്, കുറേ നാളുകൊണ്ടേ ഞാൻ അവനെ പ്രണയിക്കുന്നതല്ലേ. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ കൂടെ അവൻ്റെ എക്സ് ലവറില്ലേ, അവൾ എന്നോട് വന്ന് പറഞ്ഞായിരുന്നു അവൻ്റെ പുറകെ എന്നെ നടക്കരുതെന്നൊക്കെ. എനിക്ക് തോന്നുന്നു അവരുടെ ഇടയിൽ എന്തോ ചെറിയ വിഷയമാണെന്ന് തോന്നുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഇടയിൽ ഞാൻ എന്തിനാണ് പോകുന്നത്? അവന് ചിലപ്പോൾ അവൾ ഒരുപാട് ഇഷ്ടമായിരിക്കാം. അതിനിടയിൽ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നുപോയി പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ എന്നെ വേണ്ടാന്ന് വെക്കും. അതെനിക്ക് ഒരുപാട് സങ്കടമാകും. അതുകൊണ്ട് ഞാൻ ഇനി അത് തുറന്ന് പറയുന്നില്ലടാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ സ്നേഹിക്കുന്നത് എന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു. ശരി, നീയും കൂടെ പാക്ക് ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് മിയ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന റോസ് ആണെങ്കിൽ മിയ, ഈ അസിസ്റ്റന്റ് മാനേജറിനായിട്ട് ഇങ്ങനെ നീ കഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ, നീ ഒന്ന് നിർത്തിക്കുകയെന്ന് പറയുമ്പോൾ അതിനെന്താ, ഞാൻ ഈ കേക്കൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ അവൾ വിശ്വാസപൂർവ്വം ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചത്, അതുകൊണ്ട് എനിക്കിതൊക്കെ ജുജുബി മാറ്ററെന്ന് പറയുന്നുണ്ടായിരുന്നു. അധികം അങ്ങോട്ട് പൊങ്ങണ്ട, ഈ ഓവർ കോൺഫിഡൻസ് ഒന്നിനും നല്ലതല്ല കേട്ടോ. നീ ഉണ്ടാക്കുന്ന കേക്ക് അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, നീ ഉണ്ടാക്കി പഠിച്ചു വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് വാ അടച്ചിട്ട് നിന്റെ പണിയെടുക്കാനായിട്ട് മിയ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇവർ വിചാരിക്കുന്നത്ര ഫോളോവേഴ്സ് ഒന്നും ഇവർക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുമ്പോൾ റോസിനും മിയയ്ക്കും ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. ആ സമയം റോസ് പറയുന്നുണ്ട്, എടി എനിക്കൊരു ഐഡിയ ഉണ്ട്, നീ എപ്പോഴും വീഡിയോ ചെയ്തിടുന്നത് ഫ്ലോപ്പാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ അസിസ്റ്റന്റ് മാനേജറെ കൊണ്ടിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തിട്ടാലോ, ഇവൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ കുറേ ഫോളോവേഴ്സിന് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾക്കും ആദ്യം അങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പീസ് കേക്കും കയ്യിൽ കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവനും ഇവർ പറയുന്നത് പോലെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ അങ്ങോട്ട് വൈറലാകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ പിന്നെയും കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സാൻ വരുന്നുണ്ട്. വന്നിട്ട് മിയോട് പറയുന്നുണ്ട്, മിയ, നീ എന്നെ വിശ്വസിച്ചിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിനക്കറിയാലോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ പറഞ്ഞതെല്ലാം നുണയാണ്. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. നിൻ്റെ ഈ പിണക്കം മാറ്റാനായിട്ട് നമുക്കിന്ന് ഡിന്നർ കഴിക്കാനായിട്ട് പുറത്ത് എവിടെയെങ്കിലും പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുമ്പോൾ നിൻ്റെ ഈ മൗനം സമ്മതമായിട്ട് ഞാൻ കണക്കിലെടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതെ, നിൻ്റെ വന്ന കാര്യം കഴിഞ്ഞല്ലോ, എന്നാൽ പിന്നെ ഇവിടെ നിന്ന് പൊക്കെ, നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. സാനിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേൾക്കുമ്പോൾ, എന്നാൽ അവൻ അവിടെ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ മിയ ആണെങ്കിൽ സാൻ വിളിച്ചതുപോലെ ഡിന്നർ കഴിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവരങ്ങനെ ഇരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇത് വിടാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ എംപ്ലോയിയുടെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഇതിലെന്തോ ഇവൻ പറയുന്നതിലൊരു സത്യം ഉണ്ടെന്ന് ഹീറോയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ മിയും സാനും പോയിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഹീറോയെ കാണുമ്പോൾ തന്നെ സാനിന് എന്തോ ഒരു വശപ്പശക തോന്നുന്നുണ്ടായിരുന്നു. അവൻ നേരെ വന്നിട്ട്, അയ്യോ എന്ത് കോൺഫിഡൻ്റാണ് ഇപ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല, എന്തായാലും കണ്ട സ്ഥിതിക്ക് ഞാൻ വേറെ ടേബിളിലേക്ക് ഇരിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു അവനും വന്നിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, നീ ഇപ്പോൾ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, എൻ്റെ ഫാമിലി പരമായിട്ട് ഒരു കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നത് പറയുന്നുണ്ട്. ഞാൻ നിന്നെ പക്ഷേ നമ്മുടെ കഫേയുടെ ഓപ്പോസിറ്റ് കഫേയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നാലും ചോദിക്കുമ്പോൾ അത് ഞാനായിരിക്കില്ല, ഞാൻ പക്ഷേ വല്ലപ്പോഴും ഇവിടെ പോകാറുണ്ട്, അവിടുത്തെ പേസ്ട്രിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അത് കഴിക്കാൻ ഇടയ്ക്ക് 1-2 തവണ പോയിരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാണോ സാൻ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ മിയ എന്ന് പറയുന്നത്, അപ്പോൾ പിന്നെ അവളുടെ ശത്രുവിൻ്റെ കടയിലേക്ക് പോവുകയാണെങ്കിൽ അതിലെന്ത് സത്യസന്ധത ഇല്ലാന്ന് ചോദിക്കണ്ടായിരുന്നു. സാനിനാണെങ്കിൽ ഒന്നും തിരിച്ച് പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതെന്താ നീ ആ കഫേയിലേക്ക് പോയത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാ നീ അറിയുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടിട്ട് സാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. മിയ അന്നേരം നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് തന്നെ വിചാരിച്ചോ, പക്ഷേ ഇപ്പം ഞാൻ എന്നോട് പറയത്തില്ല, കുറച്ചുകൂടെ കഴിയട്ടെ അപ്പോൾ പറയാമെന്ന് പറഞ്ഞ് അവൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. സാൻ നേരെ പോയിട്ട് ആ ഓപ്പോസിറ്റ് കഫേയിലെ അവളെയും അവളുടെ അച്ഛനെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലീസ് അങ്കിൾ, ഞാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്, അവനോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് പറയേണ്ട ഒരു ആൻസറും ഇല്ലായിരുന്നു, ഞാൻ ഇനി അവളെ ചതിക്കുന്നത് ശരിയല്ല, പ്ലീസ് അങ്കിൾ, ഇനി നിങ്ങൾ എന്നോട് ഒന്നും ആവശ്യപ്പെടരുതെന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഹീറോയും മിയയും പുറകിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഇവന് വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. ഉടനെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ, അങ്കിൾ പ്ലീസ്, എനിക്ക് മിയനെ ഒരുപാട് ഇഷ്ടമാണ്, അവളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അങ്കിൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നത്, ഇനി എന്നോട് നിങ്ങളൊന്നും ആവശ്യപ്പെടരുത്, ഇത്രയും നാൾ ചെയ്തത് വെച്ച് തന്നെ എനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മിയനെ നോക്കിയിട്ട് മിയനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളത് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
ഇത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ അങ്കിളിൻ്റെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ ആ കഫേ പൂട്ടിപ്പോയില്ല എങ്കിൽ ഉറപ്പായിട്ടും നമുക്കടുത്ത് കോർട്ടിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ പെങ്കൊച്ച് നേരെ മീയുടെ അടുത്തേക്ക് പോയിട്ട് പ്ലീസ് മാഡം ഞങ്ങളിനി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഇതൊരു തവണത്തേക്ക് ശ്രമിക്കുകയും ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയതെന്ന് പറയുമ്പോൾ അവളും പിന്നെ അത് വലിയ കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം കഫേയിലേക്ക് വരുന്ന മിയയ്ക്കും റോസിനും ആണെങ്കിൽ അവരുടെ ആ എംപ്ലോയിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. അവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും നമ്മുടെ ഹീറോ ആണെങ്കിൽ പുതിയൊരു കേക്ക് ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അന്നേരം റോസ്, മിയ നിന്റെ സ്റ്റുഡൻ്റ് ആൾ കൊള്ളാലോ, എത്ര പെട്ടെന്നാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്, എന്തായാലും നല്ല സ്റ്റുഡൻ്റാന്ന് പറയുമ്പോൾ റോസ് ആ ക്രെഡിറ്റ് സ്റ്റുഡൻറ്റ് മാത്രം കൊടുത്താൽ പോരാ, അവൻ്റെ ടീച്ചർ ഞാനല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ മതി എല്ലാ ക്രെഡിറ്റും നീ എപ്പോഴും അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഇത് എങ്ങനെയുണ്ട് നോക്കാനായിട്ട് പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമുക്കിത് ഡിസ്പ്ലേയിൽ വെക്കാം, കുറച്ചുകൂടെയൊക്കെ ഡെക്കറേഷൻ ശരിയാക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കേക്കിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോയുടെ എക്സ് ഗേൾ ഫ്രണ്ട് വന്നിട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി സംസാരിക്കാനായിട്ട് പോകാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയിൻ ഇത് കാണുമ്പോൾ വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് അന്ന് മിയയോട് ഇവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹീറോയ്ക്ക് ഇവളെ ഇഷ്ടമാണെന്നെന്തൊക്കെയോ, അങ്ങനെ അവൾ ആ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഹീറോ ഇവളെ കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ മിയ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എനിക്ക് അവനെ സ്നേഹിക്കാനായിട്ട് തലയ്ക്ക് വട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ടായിരുന്നു. നീ ഇത് കേട്ടല്ലോ, അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, പിന്നെ നീ എന്തിനു വേണ്ടിയിട്ടാണ് അവളുടെ കഫയിലും ഇങ്ങനെ അവളുടെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്, നിനക്കതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനങ്ങനെ മറ്റുള്ള കാര്യത്തിൽ ഇടപെട്ടതല്ല, എനിക്കൊരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണമായിരുന്നു, അത് മാത്രം ഞാൻ ചെയ്തത്. ഇത് നോക്കിയേ, ഞാൻ ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ്, അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം നൈറ്റ് നമ്മുടെ മിയ ആണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു കേക്ക് ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് അവൻ്റെ വീടിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡോർ തട്ടുമ്പോൾ അവൻ വന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കൊള്ളാലോ, ഇത് നീ എനിക്കുണ്ടായിക്കൊണ്ട് വന്നാന്ന് ചോദിക്കുമ്പോൾ അതെ, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്തല്ലോ, അപ്പോൾ പിന്നെ അതിന് തിരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേക്ക് ഉണ്ടായിക്കൊണ്ട് വന്നത്, വാ കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൾ അങ്ങനെ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. കൊള്ളാലോ, ഇന്നലെ വരെ ശത്രുവായിട്ടിരുന്നിട്ട് ഇന്നിപ്പോൾ എന്നൊന്നിൻ്റെ സ്വന്തം വീടുപോലെയാണല്ലോ നീ ഇങ്ങനെ കയറി പോകുമെന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതവൾ വലിയായിട്ട് കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന് കേക്ക് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് കേക്ക്, നന്നായിട്ടുണ്ട്, നീ ഇത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണോ, എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ ഞാനിങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിനക്ക് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ നിനക്കൊരു സ്പെഷ്യൽ ആളാണല്ലേ, അങ്ങനെ ചോദിച്ചാൽ ഇപ്പം അങ്ങനെയാണ്, വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കഫയിൽ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നീ കാര്യമല്ലേ അതെനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്, അതുകൊണ്ട് മാത്രമാണ്, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ, എനിക്ക് നല്ല ഉറക്കം വരേണ്ടതെന്ന് പറയുമ്പോൾ നിൽക്ക് കേക്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. അതെനിക്കറിയാം, അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ, കേക്ക് നന്നായിട്ടിരിക്കും, ഞാനത് നിന്റെ വായിൽ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ അവളിങ്ങനെ കിസ് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യം അവളെങ്ങനെയൊക്കെയോ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിയയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവന് എപ്പോഴൊക്കെയാണോ മിയയുടെ ദേഹത്ത് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുന്നത് അപ്പോഴൊക്കെയും അവനത് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇവനിതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ചില സമയത്തൊക്കെ തോന്നാറുണ്ടെങ്കിലും എന്നാലും അവളത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതിനോടൊപ്പം അവനിങ്ങനെ അവളെ തൊട്ടും തലോടിയൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പിന്നെയും ഹീറോയുടെ എക്സ് ഗേൾ ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു. നീ എപ്പം നോക്കിയാൽ ഇതിനകത്ത് തന്നെയാണല്ലോ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഇവിടെ കൊണ്ട് തോറ്റല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 വർത്തമാനം ഇവൾക്കിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം തന്നെ അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരിങ്ങനെ പെട്ടെന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ മിയയ്ക്ക് വല്ലാണ്ടാകുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ജലസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ റോസ് ആണെങ്കിൽ എന്തു പറ്റി, നിനക്കിതിൽ എന്തോ ഒരു കുശുമ്പുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ, മിണ്ടാതിരിക്കും റോസ്, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവളും പറയുന്നുണ്ട്. പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ പെങ്കൊച്ചാണെങ്കിൽ ഹീറോയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എടാ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എപ്പോഴും നോക്കിയാലും അവളുടെ പുറകെ നടക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല, നിനക്ക് തോന്നുന്നുണ്ടോ അവൾ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്ന്? നിന്റെ തലയ്ക്ക് വട്ടാന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് എപ്പോഴെങ്കിലും അവൾ അവളുടെ ഇഷ്ടത്തിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? പണ്ട് എപ്പോഴെങ്കിലും നിനക്ക് അവൾക്ക് എന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയേക്കാം, ഇപ്പോഴതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെ അവളുടെ അടുത്തേക്ക് പോകുന്ന സമയത്തും അവളെ നീ കിസ് ചെയ്യാനായിട്ടൊക്കെ പോയ സമയത്തും അവളങ്ങനെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാനായിട്ട് പറയുമ്പോൾ അവനെന്തോ അതൊക്കെ അപ്പോഴായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അവളെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇവൾ പറയുന്നതിൽ എന്തോ കാര്യമുള്ളതായിട്ട് അവന് തോന്നുന്നുണ്ടായിരുന്നു. ഇവൻ പോയ ഗ്യാപ്പിൽ ഇവിടെ നമ്മുടെ മിയയുടെ കഫയിലേക്ക് അവളുടെ അമ്മ വരുന്നുണ്ടായിരുന്നു. ഇവളോട് പറയാതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവളാകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നിട്ട് ദൈവമേ ഇപ്പം അവനും അവളിവിടേക്ക് കയറി വരുവാണെങ്കിൽ അമ്മ എന്ത് വിചാരിക്കുമെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഹീറോ അവൾ തിരികെ കയറി വരുന്നുണ്ടായിരുന്നു. ഈ അമ്മ ഇരിക്കുന്ന ദേഷ്യവും ഇവൻ നേരത്തെ ഇവളോടൊപ്പം ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യം എല്ലാം കൂടെ
നിനക്കിങ്ങനെ ആരുടെ കൂടെങ്കിലും ഇറങ്ങി പോവാണെങ്കിൽ പെട്ടെന്ന് കഫേയിലേക്ക് വരണമെന്നുള്ള കാര്യം അറിയത്തില്ലേ? ഇവിടെ ഒരുപാട് ജോലി കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് ഈ എക്സ് ഗേൾ ഫ്രണ്ട് പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാതെ നീ ഇത് ആരെക്കുറിച്ച് ഈ സംസാരിക്കുന്നത്? ഇവൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാണ്. ഇവനോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ നിനക്ക് ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മയാണെങ്കിൽ പിന്നെ ഇവളല്ലാതെ ആരാണ് ഇവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത്? ഇവർ തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് പോവല്ലേന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അമ്മ വന്നിരിക്കുന്നത് യൂറി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്. ഇവളുടനെ ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? വേറെ ആരുടെ കാര്യം? ദേ ഇവനും ഇവളും ഇവർ തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് പോവുക. ഈ കാര്യം മോൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മേനെ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ സീൻ കോൺട്രാവുമെന്ന് മനസ്സിലായ മീയാണെങ്കിൽ അമ്മേ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് സംസാരിക്കാം, അമ്മ തൽക്കാലം റോസിനൊപ്പം വീട്ടിലേക്ക് പൊക്കോ, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മിയ കഫേയിലേക്ക് വരുമ്പോൾ മിയയും റോസും ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഹീറോയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ഹീറോയെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവനിവിടെ രാവിലെ വരുന്ന അവൾക്ക് അറിയായിരുന്നു. മിയ വരുന്ന സമയത്ത് റോസ് ഓടിപ്പോയിട്ട് എടി ദേ ആ പൂതൻ അവിടെ വന്നിരിപ്പുണ്ട്, വന്ന സമയം തൊട്ടേ നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഞാനൊന്നും അങ്ങോട്ട് വിട്ടു പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവർ തമ്മിലിങ്ങനെ ഒരുമിച്ച് സംസാരിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോ വരുന്ന സമയത്ത് ഹീറോയ്ക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് നീ ഈ വീഡിയോ കണ്ടോ, എനിക്ക് തോന്നുന്നു അവൾക്ക് റോസിന് ഇഷ്ടമാണെന്നാ. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട അത് ആർക്കായിരുന്നാലും മനസ്സിലാവുമെന്ന് പറയുമ്പോൾ ഹീറോ അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോയുടെ കുറച്ച് വിഷ്വൽസൊക്കെ പിന്നെയും അവന് കാണിച്ചു കൊടുക്കുമ്പോൾ അവൾ പറയുന്നതിൽ എന്തോ കാര്യമുള്ളതായിട്ട് ഈ പൊട്ടം വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവന് കുറച്ച് തിരക്കണ്ടെന്ന് പറഞ്ഞ് നേരെ അവൻ കഫേയിലേക്ക് വന്നിട്ട് ഹീറോയിനോട് നേരിട്ട് പോയി ചോദിക്കുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നിന്നിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, റോസിനെ കുറിച്ചിട്ടുള്ള നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ റോസ് എൻ്റെ എല്ലാം ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കാണെങ്കിൽ തലയാകെ പൊട്ടിത്തെറിച്ച് പോകുന്നൊരവസ്ഥയായിരുന്നു. എന്തായാലും ഇതിനപ്പുറം ഇനി ഇവളോടൊന്നും ചോദിക്കാനായിട്ട് തോന്നാതെ ഇവൻ നേരെ ഇതേ ക്വസ്റ്റ്യൻ റോസിനോട് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു. റോസ്, ഞാൻ ചോദിക്കുന്നുണ്ട്, നീ ഒന്നും വിചാരിക്കരുത്, നിനക്ക് മിയനെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ നീ ഏത് രീതിയിലുള്ള ഇഷ്ടമായി ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, അതൊന്ന് ക്ലിയർ ആക്കി തന്നാൽ ഞാൻ എൻ്റെ കാര്യം പറയാമെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നീ അവളെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. നീ എന്താടാ പൊട്ടനാണോ? ഞാനൊരു ഗേ ആണ്, എനിക്ക് എങ്ങനെ അവളെ പ്രണയിക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴായിരുന്നു നമ്മുടെ ഹീറോയ്ക്ക് ഒന്ന് ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. അയ്യോ, അങ്ങനെ ആ ഒരു കാര്യത്തിൽ കൺഫേം ആയെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവനെ നോക്കി ആ പൂതന പിന്നെയും കഫേയിലേക്ക് വരുന്നുണ്ടായിരുന്നു. നീ എപ്പോൾ നോക്കിയാലും എന്നാൽ ഈ കഫേയിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എപ്പോഴും ഇവിടെ ആയിരിക്കുമല്ലോ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യമില്ല, എനിക്ക് നിന്നോട് സംസാരിച്ചിട്ട് യാതൊരു താല്പര്യമില്ല, അതുകൊണ്ട് എപ്പോഴും എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അവിടേക്ക് സാൻ വരുന്നുണ്ടായിരുന്നു. സാൻ വന്നിട്ട് പിന്നെയും മിയയോട്, മിയ പ്ലീസ് എന്നെ നീ ഒന്ന് മനസ്സിലാക്ക്, അങ്കിൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കാതെ അങ്ങനെയൊക്കെ ചെയ്തു പോയത്, നീ അതെന്നോട് ക്ഷമിക്ക്, ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാണ്, ഒരിക്കലും അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മിയ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മിയ ആണെങ്കിൽ നീ കാരണം ആ പാവം ചെക്കനെ ഇപ്പം അനുഭവിക്കുന്നത്, നീ അവനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചിട്ട് അവൻ്റെ ജോലി കളഞ്ഞു, അവൻ്റെ മനസ്സമാധാനോടെ നീ എന്തിനാ കളഞ്ഞത്, അവനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവനാണെങ്കിൽ അവൻ്റെ കാര്യം മാത്രമായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. ഹീറോ ആ സമയത്ത് നോക്കിയേ, നീ വന്ന കാര്യം കഴിഞ്ഞല്ലോ, ഇനി പെട്ടെന്ന് നീ കഫയിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ ഇത് പറയാനായിട്ട് നീ ആരാടാന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരാണെന്നോ, ഞാൻ ഈ ഹോട്ടലിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറാണ്, എനിക്കിവിടെ വരാനുള്ള അനുവാദമുണ്ട്, നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള അനുവാദമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ അവന് പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, അവൻ അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യം ഹീറോയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഈ പെങ്കൊച്ചി ഇവനെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവരവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയായിരുന്നു. സാനിന് എങ്ങനെയെങ്കിലും മിയനെ സ്വന്തമാക്കണം, ഇവൾക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഹീറോയെ സ്വന്തമാക്കണം, അങ്ങനെ ഇവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എൻ്റെ ഒരു പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി ഹീറോയിനാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് നമുക്കത് ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഫോണും എടുത്ത് വെച്ചിട്ട് രണ്ടുപേരും അടുത്തടുത്തിരുന്നിട്ട് കേക്കിൻ്റെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിനി നിർത്താമെന്ന് പറഞ്ഞിട്ട് അവരെ എൻഡിലിങ്ങനെ പറയാനായിട്ട് വരുന്ന സമയത്ത് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ അതിങ്ങനെ ചേർന്ന് വരുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം ഇവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹീറോയിനൊക്കെ ചമ്മൽ വരുന്നുണ്ടായിരുന്നു. അവൾ അപ്പം തന്നെ ഞാനെന്നാൽ പൊക്കോട്ടെ, എനിക്ക് നല്ല തലവേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവളുടെ ശരീരം മുഴുവൻ തണുത്ത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവൻ്റെ അവസ്ഥ അതുപോലെ തന്നെയായിരുന്നു. രണ്ടുപേരുടെ ബെഡിൽ കിടന്നിട്ട് ഈ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചിട്ട് ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്.
പിറ്റേ ദിവസം രാവിലെ ഈ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ സാനിനെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സാൻ, നമ്മുടെ രണ്ടുപേരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നീ എപ്പോഴും ഈ കാണുന്ന പോലെ ഈ ബൊക്കയും കൊണ്ടൊന്നും നടക്കാതെ അവൾക്ക് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്ക്. അവളുടെ കഫേ പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നീ ഇത്രയും നാൾ നോക്കിയിരുന്നത്. ഇനി അങ്ങോട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ആ കഫേയിൽ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ നീ ചെയ്ത് നോക്ക്. അവൾ ആദ്യം വേണ്ടാന്നൊക്കെ പറയും, പക്ഷെ നീ നിർബന്ധിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ ആ പ്ലാൻ കേൾക്കുമ്പോൾ എന്നെ നന്നായിട്ട് തോന്നിയിട്ട് നേരെ കഫേയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ കഫേയിലാണെങ്കിൽ പഴുതിനെക്കാട്ടിലും അപ്പുറത്തെ ആൾക്കാരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റോസ് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും മിയ അവനെ കടന്ന് വിളിക്കും, മിയ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും റോസ് അവളെ കടന്ന് വിളിക്കും. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. രണ്ടുപേർക്കും ഇതൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടേ ആയിരുന്നില്ല. ആ സമയം അവിടേക്ക് സാൻ വന്നിട്ട്, മിയ, റോസ്, ഇവിടെ ഭയങ്കര തിരക്കാണല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, ഇവിടെ ജോലിക്കാർ ആവശ്യമൊന്നുമില്ല, നീ നിൻ്റെ കാര്യം നോക്കി പോയെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. സാരമില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ ഇവിടുത്തെ ജോലി എന്തായാലും ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനടുത്ത് വാഷ് ബേസിനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടും റോസും മീയും അവനോടൊന്ന് സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഈ സങ്കടം വന്നിട്ട് ഈ പെങ്കൊച്ചിനോട് ഒന്ന് പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടാ ഇതുവരെ ഞാൻ ചെയ്യാത്ത എല്ലാ ജോലികളും ഞാൻ ചെയ്തത്, എൻ്റെ കൈ നീ നോക്കിയേ എന്ത് വൃത്തിയോടായിട്ടാണ് ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ, അയ്യോ സോറി, ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നീ വിഷമിക്കേണ്ട കേട്ടോ, നമ്മുടെ രണ്ടുപേരുടെയും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ലവറിനെ പോലെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ എന്തോ അവളോട് വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുന്നുണ്ടായിരുന്നു. ശേഷം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പിരിയുന്നുണ്ട്. ഇതേ സമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പം എപ്പോഴും ആ കഫേയിൽ തന്നെയാണല്ലോ കേക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തോ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു വിസ്ക് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ എടുക്കാനായിട്ട് പറയുമ്പോൾ അത് അവനോട് മുഴുവനും നോക്കിയിട്ട് കാണാനില്ലായിരുന്നു. നീ വന്ന് നോക്കുന്ന പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മിയ വന്ന് നോക്കുന്ന സമയത്ത് പിന്നെയും ഇവർ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ പെട്ടെന്ന് അവളിങ്ങനെ കിസ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അവിടേക്ക് റോസ് വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഞെട്ടിയിട്ട് മാറി നിൽക്കുന്നുണ്ട്. പിന്നെ റോസ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോ അവളോട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര മണവാ, നീ എന്ത് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ വെറുതെ കളിയാക്കണ്ട മോനെ, വന്ന് കേക്ക് ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയുടെ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ അവൻ്റെ ഓഫീസിൽ വന്ന് എന്തോ ഒരു ഫയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറേ പേപ്പേഴ്സൊക്കെ മാറ്റി വെച്ചിട്ട് മിയനൊന്ന് കാണണമെന്ന് പറഞ്ഞ് ആ ഫയലും എടുത്ത് പുറത്തേക്ക് എവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവളും അവിടേക്ക് പോകുമ്പോൾ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല, എന്തായാലും അത് എനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നി. നിന്നെ അവിടെ നിന്ന് പിരിച്ചുവിടാനായിട്ട് പോവുക. പുതിയ കുറേ ഷെഫിൻ്റെ ലിസ്റ്റാണ് അവൻ്റെ ടേബിളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതിനർത്ഥം നിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് പുതിയ വേറെ ഏതോ ഷെഫിനെ വെക്കാനായിട്ട് അവർ നോക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് നീ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ഞാനിത് വിശ്വസിക്കില്ല, അവനെന്തായാലും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ ഈ പേപ്പേഴ്സിൽ അവനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അവൾക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റിയില്ല. പക്ഷേ അവൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ മാറ്റുന്നതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ അത് വന്ന് ഹീറോയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അതെന്നോട് നേരിട്ട് പറയാം, പക്ഷേ ഇത്രയും നാൾ നല്ലൊരു ഫ്രണ്ടിനെ പോലെ കൂടെ നടന്നിട്ട് ഇങ്ങനെ ചതിക്കാനായിട്ട് നിനക്ക് എങ്ങനെ മനസ്സ് വന്നെന്ന് ചോദിക്കുമ്പോൾ, നീ ഇതെന്താ ഈ പറയുന്നത്, എന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ അത് നല്ല തെളിയിച്ച് പറയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇനി എന്ത് തെളിയിക്കാനാണ്, ഇതിനപ്പുറം നിനക്ക് എന്നോട് എങ്ങനെയാണ് സംസാരിക്കാനായിട്ട് തോന്നുന്നത്? മിയ പ്ലീസ്, കേൾക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തെളിച്ച് പറയാനായിട്ട് പറയുമ്പോൾ, പുതിയ ഷെഫിൻ്റെ ലിസ്റ്റൊക്കെ നീ തയ്യാറാക്കി വെച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ പിന്നെ എന്നെ മാറ്റാനായിരിക്കും അല്ലേ? അല്ലെങ്കിൽ പിന്നെ ആ ഷെഫിൻ്റെ ലിസ്റ്റൊന്നും നീ തയ്യാറാക്കാനായിട്ട് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ഓ അതാണോ എടി, അത് ഇപ്പോഴത്തെ അല്ല, മുന്നേ നിങ്ങളുടെ ഈ കഫേയിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് മാനേജർ എന്നോട് പറഞ്ഞതാ, നമുക്ക് ഈ ഷെഫിനെ മാറ്റിയിട്ട് പുതിയ ഷെഫിനെ വെക്കാം, പുതിയ ലിസ്റ്റ് നീ തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ട് തയ്യാറാക്കിയതേ ഉള്ളൂ. ആ സമയത്ത് ഞാനും വിചാരിച്ചത് നിനക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടൊന്നും അറിയത്തില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പം നിൻ്റെ കൂടെ നിന്നപ്പോഴല്ലേ ഈ കേക്ക് എനിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അത് അന്ന് തയ്യാറാക്കി വെച്ചതാ. അത് ആ പേപ്പറും ഇപ്പോഴത്തെ കാര്യങ്ങളായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ അവളും അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ പേപ്പറൊക്കെ ഇപ്പം നിന്നെ ആരാ കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ, വേറെ ആര് കാണിക്കാൻ്റെ, നിൻ്റെ എക്സ് ലവറില്ലേ, അവൾ തന്നെ കൊണ്ടുവന്ന് കാണിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇത് കേൾക്കുമ്പോൾ അവളെ കൊല്ലാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ നേരെ പിറ്റേ ദിവസം ഈ പെങ്കൊച്ചിനെ വന്ന് കണ്ടിട്ട്, ഇനി മേലിൽ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, എൻ്റെ പുറകെയോ മിയയുടെ പുറകെ നീ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അവൾ വളരെ സങ്കടത്തോടെ തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്നോട് ഒരു പക്ഷേ നമ്മുടെ ആ റിലേഷൻ അവിടെ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് എനിക്കൊരു ഉത്തരം തന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ നാണം കെട്ടി നിൻ്റെ മുകളിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളോട് ഒന്ന് പോകുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവരുടെ ഈ ബ്രേക്കപ്പിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് ഒരു ഉത്തരം നമ്മുടെ ഹീറോ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവളിങ്ങനെ ഇവൻ്റെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും
അവളിനി ഒരിക്കലും ഇവനെ ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസം നൈറ്റ് നമ്മുടെ ഹീറോയിൻ്റെ അമ്മ വിളിച്ചിട്ട് പറയുന്നുണ്ട് നാളെ ഞാൻ അവിടേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇനിയും അവൾക്ക് ഹീറോയുടെ ഹെൽപ്പ് ആവശ്യമാണല്ലോ. നേരെ അവൻ്റെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട് നാളെ എൻ്റെ അമ്മ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഞാനിനി ഒന്നും പറയണ്ടല്ലോ, നീ ചെയ്യേണ്ടത് ചെയ്യലോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഇതുവരെ ചെയ്തില്ലേ, ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാമെന്ന് പറയുമ്പോൾ അല്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ വിഷമം തോന്നില്ലേ, അവൾ എന്തെങ്കിലും പറഞ്ഞാൽ നീ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നാലോ, പ്ലീസ് മിയ നീ അതിനെക്കുറിച്ച് സംസാരിക്കരുത്, അതൊക്കെ ഞാൻ ബ്രേക്കപ്പ് ആക്കി വിട്ട കാര്യങ്ങളാണ്, ഇനി ഞാനും അവളുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് പറയുമ്പോൾ അവളും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ റൂമിൽ പോയിരുന്ന നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ എന്തോ ഒരു സമാധാനം വരുന്നുണ്ടായിരുന്നില്ല. അവൻ നേരെ അവളുടെ വീടിൻ്റെ ഡോറിൽ വന്ന് തട്ടുമ്പോൾ എന്ത് പറ്റി, എന്തിനാ നീ വന്നത്, അല്ല അമ്മ നാളെ വരുന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഞാനിനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ, എങ്ങനെയാണ് അമ്മയോട് പെരുമാറേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, അതിനെ പറ്റിയിട്ട് ചോദിക്കാനാണ് വന്നത്. അതിലിപ്പോൾ പ്രത്യേകിച്ച് എന്താ ചോദിക്കാനായിട്ടിരിക്കുന്നത്, നീ ഇത്ര നാൾ എങ്ങനെയാണോ സംസാരിച്ചത് അതുപോലെ എങ്ങനെ നിന്നാൽ മതി എന്ന് ചോദിക്കുമ്പോൾ അല്ല നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ, നീ എന്താ ഉണ്ടാക്കുന്നത്, ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ആയിരിക്കും, എങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് എന്നെ ക്ഷണിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വാ നമുക്കിന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടുന്നുണ്ടായിരുന്നു. രണ്ടുപേരും പോയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുഡ് വായിൽ വെച്ചൊക്കെ കൊടുത്ത് ഫുഡെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. ശേഷം പ്ലേറ്റ്സ് ഒക്കെ കഴുകി വെക്കാനായിട്ട് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഹീറോ ഇത് തന്നെയാണ് അവസരം എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ചെയ്യുന്നതിൽ എനിക്ക് എന്തോ ഒരു കുറ്റബോധം ഉള്ളതുപോലെ, നിൻ്റെ അമ്മയെ ഞാൻ ചതിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ അയ്യോ അതെന്ത് പറ്റി, നീ ഇപ്പോഴിങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാണ്, ഒരു 2 മാസം കൂടെ സമയം എന്താ, അമ്മയും എനിക്ക് അത്രയും സമയം തന്നിരിക്കുന്നത്, അതിനുള്ളിൽ വെച്ചിട്ട് ഞാൻ അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാം, അതുവരെ മാത്രം നീ എനിക്കിങ്ങനെ ഒരു സഹായം ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അതല്ല മിയ, അമ്മേനോട് എനിക്കിനി അങ്ങനെ അഭിനയിക്കാനായിട്ട് പറ്റത്തില്ല, സോ നമുക്ക് ശരിക്കും കല്യാണം കഴിച്ചോളൂ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇവൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു കാര്യം ഇപ്പം കേൾക്കാനായിട്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതവൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. അവൾക്ക് പിന്നെ ഒന്നും അവനിൽ നിന്ന് കേൾക്കേണ്ടല്ലായിരുന്നു. അവൾ അങ്ങനെ അവനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞിട്ട് അവരുടെ റൊമാൻസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നമ്മുടെ ഹീറോ നേരെ കഫേയിലേക്ക് വന്നിട്ട് പുതിയൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. മിയ, ഇന്നലെ വരെ ഞാൻ വെറും ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ ഞാൻ നിനക്ക്, അതുകൊണ്ട് ഈ കേക്ക് കഴിച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള എനിക്കൊരു റിവ്യൂ തരണമെന്ന് പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് അവളത് കഴിച്ചിട്ട് കുഴപ്പമില്ല നന്നായിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. സാരമില്ല, ഇനി എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇനി നീ ഇതുപോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പറഞ്ഞൊക്കെ തരാം, പക്ഷേ ഇനി എല്ലാ മാസവും നീ എനിക്ക് സാലറി തരണമെന്ന് പറയുമ്പോൾ അതൊക്കെ തരാം, ഞാൻ എല്ലാ ദിവസവും സാലറി ആയിട്ട് ഓരോ ഉമ്മ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് അവൻ കിസ് ചെയ്യാനായിട്ട് പോകുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുവാണ്. അപ്പം നമുക്ക് ഡ്രാമ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.